നമ്മളെന്ത് ചെയ്യണം ചെയ്യരുത് എന്ന് പറയാനുള്ള ഒരു പീനൽ കോഡോ ഒരു ധാർമ്മിക വ്യവസ്ഥയോ ഒരു ഡൂസ് ആൻഡ് നോട്ട്സ് ചാർട്ടോ അല്ല ഇസ്ലാം. നമ്മൾ ഇസ്ലാമിനെ ചെറുതാക്കരുത് നമ്മൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ലാത്തത് കൊണ്ട്, മറിച്ച് ഈ പ്രപഞ്ചത്തിൻ്റെ മൊത്തം ഒരു താളം ഉണ്ട്. പ്രപഞ്ചത്തിൻ്റെ മൊത്തം താളം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഈ പ്രപഞ്ചത്തിൻ്റെ വലിപ്പവും ഭൂമിയുടെ വലിപ്പവും ഒക്കെ ഓർത്ത് നോക്കിയാൽ ഭൂമിയൊന്നും ഒരു പറയപ്പെടാൻ പറ്റുന്ന ഒരു പൊസിഷനിലെ അല്ല ഉള്ളത്. പ്രപഞ്ചത്തിൽ ഭൂമി എന്ന് പറയുന്നത് പസഫിക് സമുദ്രത്തിലെ ഒരു മണൽത്തരിക്ക് പോലും തികയില്ല. 93.06 ബില്യൺ ഡയമീറ്ററാണ് ഈ പ്രപഞ്ചത്തിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് അത് പറയുമ്പോൾ എളുപ്പമാണ്. 96.3 ബില്യൺ പ്രകാശവർഷങ്ങൾ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ പിന്നെ നമ്മുടെ ബ്രെയിനിൽ അത് കൊള്ളില്ല. കാരണം ഒരു സെക്കൻഡിൽ ആവറേജ് 3 ലക്ഷം കിലോമീറ്ററാണ് പ്രകാശത്തിൻ്റെ വേഗത. അതൊരു സെക്കൻഡിൽ എങ്ങനെയാണെങ്കിൽ 93.06 ബില്യൺ, ഒരു ബില്യൺ എന്ന് പറഞ്ഞാൽ 100 ലക്ഷം, ഒരു മില്യൺ 10 ലക്ഷം, ഒരു ബില്യൺ, അങ്ങനെയുള്ള 93.06 ബില്യൺ എന്ന് പറഞ്ഞാൽ അതും ഈ വിസിബിൾ പ്രപഞ്ചം മാത്രം, ദൃശ്യപ്രപഞ്ചം മാത്രം. അതിലേറെയാണ് അദൃശ്യ പ്രപഞ്ചങ്ങൾ. ഇനി ഈ ഭൂമിയെ എടുത്ത് നോക്കിയാൽ 13,000 കിലോമീറ്റർ വ്യാസമുള്ള ഈ ഭൂമി, അതിൽ 86,000 സംതിങ് ജീവവർഗങ്ങളാണ് നിലവിലുള്ളത്. അതിലേറെ കോടിക്കണക്കിന് സ്പീഷീസുകളൊക്കെ ഇല്ലാതെയായി. അതിൽപ്പെട്ട വാലില്ലാത്ത കുരങ്ങനെന്ന് വിശദീകരിക്കപ്പെട്ട, നട്ടലിൽ നിവർന്നു നിന്ന് ജീവിക്കുന്ന മൃഗം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരു ജീവവർഗമാണ് നാം മനുഷ്യർ. നമ്മളങ്ങനെ ചിന്തിച്ചാൽ നമുക്കും വലിയൊരു പ്രസക്തിയൊന്നും ഈ പ്രപഞ്ചത്തിലില്ല. നമ്മൾ വരുന്നതും പോകുന്നതും ജീവിക്കുന്നതുമൊന്നും ഇവിടെ ഒരു പ്രസ്താവ്യമായ സംഗതിയേ അല്ല. അപ്പോൾ പിന്നെ വളരെ പ്രസക്തമായൊരു ചോദ്യം വരുന്നുണ്ട്. ഇത്രയും വലിയ ദൃശ്യവും അദൃശ്യവുമായ, അറിയപ്പെട്ടതും പെടാത്തതുമായ മഹാപ്രപഞ്ചത്തിൻ്റെ നാഥനായ അള്ളാഹു, ആ അള്ളാഹു ഈ നിസാരമായ ഭൂമിയിലെ കോടിക്കണക്കിന് ജീവവർഗത്തിൽപ്പെട്ട ഒരു ജീവവർഗം മാത്രമായ, ഇനി ജീവവർഗത്തിനൊരു പ്രസക്തി അതുമില്ല. ജീവവർഗത്തിന് വലിയ പ്രസക്തിയുണ്ട്. ഈ തരുതാരം, ലത, കതിര്, കതിർ, മഞ്ഞു, മലർ, മധു, ഈ കാണുന്ന എല്ലാ പദാർത്ഥങ്ങളും അതേപോലെയുള്ളൊരു സാധനമാണ് ജീവവർഗവും. അപ്പം അതിൽപ്പെട്ട മനുഷ്യൻ എന്ത് ചെയ്യണം ചെയ്യരുത് എന്നൊക്കെ പറയാൻ അള്ളാഹു പ്രത്യേകിച്ചൊരു നിയമാവലിയൊക്കെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ സംഭവം അള്ളാഹു എത്ര ചെറുതാവുകയാണ്. എന്നിട്ട് മനുഷ്യർ പിന്നെ തിന്നുമ്പോൾ വലത് കൈയാണോ ഉപയോഗിക്കുന്നത്, അല്ല ഇടത് കൈയാണോ ഉപയോഗിക്കുന്നത്? അനന്തര സ്വത്ത് സ്ത്രീയുടെ ഇരട്ടി പുരുഷൻ എടുത്ത് കളയുന്നുണ്ടോ, എടുത്ത് കളയുന്നില്ലേ? നിസ്കാരത്തിൽ ഒരു മനുഷ്യൻ്റെ കൈ 4 വട്ടം അനങ്ങുന്നുണ്ടോ, അനങ്ങുന്നില്ലേ? ഇതൊക്കെ നോക്കാനാണോ ഇത്രയും വലിയൊരു പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ നിയന്താവായ അള്ളാഹുവിൻ്റെ സമയം ചെലവഴിക്കുന്നത് എന്നൊക്കെ ഇവർ മതരഹിതമായൊരു പ്രതലത്തിൽ വെച്ച് ആലോചിക്കാറുണ്ട്. അത്തരം എല്ലാ ആലോചനകളെയും എല്ലാ സന്ദേഹങ്ങളെയും അപ്രസക്തമാക്കുന്ന, അല്ലെങ്കിൽ അത് അസ്ഥാനത്താണെന്ന് വരുത്തുന്ന നമ്മുടെ വിശ്വാസം തന്നെ മനുഷ്യരുടെ മതമല്ല ഇസ്ലാം എന്നുള്ളതാണ്. മനുഷ്യരുടെ മതത്തിൻ്റെ പേരുള്ള ഇസ്ലാം അങ്ങനെ ഒരിടത്തുമില്ല. ഖുർആനിലോ ഹദീസിലോ ഇസ്ലാമിൻ്റെ ഏതെങ്കിലും പ്രമാണങ്ങളിലോ കിതാബുകളിലോ ദർശനങ്ങളിലോ ഫിലോസഫിയിലോ ഒരിടത്തുമില്ല മനുഷ്യൻ്റെ മതമാണ് ഇസ്ലാം എന്നില്ല. മനുഷ്യൻ്റെ നാഥനാണ്, മനുഷ്യൻ്റെ രക്ഷിതാവാണ് അള്ളാഹു എന്നും ഇസ്ലാം വിശ്വസിക്കുന്നില്ല.
മറിച്ച് പ്രപഞ്ചങ്ങളുടെ രക്ഷിതാവാണ് അല്ലാഹു. അല്ലാഹു അല്ലാത്ത ബാക്കി എല്ലാത്തിൻ്റെയും നൈസർഗികമായ താളമാണ് ഇസ്ലാം. പ്രപഞ്ചം എന്നുള്ളതിന് ഇസ്ലാമിലുള്ള നിർവചനം, ലോകം എന്നതിൻ്റെ നിർവചനം അല്ലാഹു അല്ലാത്തത് എന്നുള്ളതാണ്. ഞാൻ ഈ അറബ് പ്രയോഗങ്ങളൊക്കെ ഒഴിവാക്കുകയാണ്. അല്ലാഹു അല്ലാത്തതിൻ്റെ പേരാണ് ഈ കോസ്മോസ്, എൻ്റർ കോസ്മോസ്, മാസിവൽ ബാരി എന്ന് പറയും. കന്നുകാലികളുടെയും പക്ഷികളുടെയും സസ്യങ്ങളുടെയും എല്ലാം മതം ഇസ്ലാമാണ് എന്നുള്ളതാണ് ഇസ്ലാമിലുള്ള ഉത്തരം. അപ്പം മനുഷ്യർ മാത്രം എന്തെങ്കിലും ചെയ്യുന്നില്ല, അത് നോക്കലല്ല അള്ളാഹുവിൻ്റെ പണി. മനുഷ്യർക്ക് അത്ര വലിയൊരു പ്രസക്തി മനുഷ്യർക്കിടയിലേ ഉള്ളൂ. നമ്മളിവിടെ ഇപ്പോൾ ഈ മീറ്റിംഗ് കൂടി സംഗമിച്ച് ഇസ്ലാം സംസാരിക്കുന്നത് പോലെ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ വേറെ ഏതൊക്കെയോ ഗ്രഹങ്ങളിൽ, വേറെ ഏതൊക്കെയോ പ്രപഞ്ചങ്ങളിൽ, ആ പ്രപഞ്ചങ്ങളിലുള്ള ജീവികൾ ഇതേപോലെ സംഗമങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ഇസ്ലാം സംസാരിക്കുന്നുണ്ടാകും. പുതിയ ഭാഷയിൽ ഏലിയനുകൾ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അന്യഗ്രഹ ജീവികൾ. അവരുടെ ലോകത്ത് ഒരു മുന്തിയ അന്യഗ്രഹം വന്നിട്ട്, അല്ലെങ്കിൽ ഒരു പഠിച്ച അന്യഗ്രഹം വന്നിട്ട് എന്തുകൊണ്ടാണ് നാം അള്ളാഹുവിൽ വിശ്വസിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്നുണ്ടാകും. ഉറുമ്പുകളുടെ ലോകത്ത് ആ സംഗമങ്ങൾ നടക്കുന്നുണ്ടാകും. വണ്ടുകളുടെ ലോകത്ത് ആ സംഗമം നടക്കുന്നുണ്ടാകും. കൂറകളുടെ ലോകത്ത് ആ സംഗമം നടക്കുന്നുണ്ടാകും. ഇതിൻ്റെ എല്ലാം നാഥനാണ് അല്ലാഹു. അതുകൊണ്ടാണ് നാം ബിസ്മിയിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്നത്. സർവ്വലോകങ്ങളുടെയും രക്ഷിതാവാണ് അല്ലാഹു. ഏതാണ് ഈ സർവ്വലോകങ്ങൾ? മനുഷ്യരുടെ ലോകം, മൃഗങ്ങളുടെ ലോകം, ജന്തുജാലങ്ങളുടെ ലോകം, ചേതനമായതിൻ്റെ ലോകം, അചേതനമായതിൻ്റെ ലോകം, ദൃശ്യമായതിൻ്റെ ലോകം, അദൃശ്യമായതിൻ്റെ ലോകം, അധോലോകം, ഉപരിലോകം, മധ്യലോകം, ഒക്കെയും ലോകങ്ങളാണ്. ആറ്റോമിക് തലങ്ങളും സബ് ആറ്റോമിക് തലങ്ങളും ഒക്കെയും അതിൻ്റെയൊക്കെയും റബ്ബാണ് അല്ലാഹു. ഈ പ്രപഞ്ചം മുഴുവനും ചെയ്യുന്ന പണി എന്താണ്? മതം എന്താണെന്നാണ് നമ്മളിപ്പോൾ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ മുസ്ലിമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നതിൻ്റെ ന്യായം എന്താണ്? ഒന്ന്, വിശുദ്ധ ഖുർആൻ നിരന്തരം അത് പറയുന്നു, യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. അപ്പോൾ ഖുർആൻ നിരന്തരം നാം പരിശോധിച്ചാൽ അതിൽ ഒരുപാട് അധ്യായങ്ങളുടെ നേരെ അതിൻ്റെ വാചികാർത്ഥവും അല്ലെങ്കിൽ അതിൻ്റെ ഒരു പൊതുതത്വം എന്നുള്ള നിലയിലും മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യമാണ് മനുഷ്യരുടെ മാത്രം ഒരു ധർമ്മ വ്യവസ്ഥയല്ല ഈ ചൊല്ലലും ചെയ്യലും അള്ളാഹുവിന് സങ്കീർത്തനം സമർപ്പിക്കലും തുടങ്ങിയ കാര്യങ്ങൾ. പ്രകൃതി പ്രതിഭാസങ്ങൾക്കെല്ലാം പിറകിൽ രണ്ട് കാരണങ്ങൾ ഉണ്ടാകും. ഷാ വലിയുല്ലാഹു ദഹലവി അദ്ദേഹത്തിൻ്റെ ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗയിൽ അത് കൃത്യമായി പറയുന്നുണ്ട്. ഒന്ന് ഇല്ലത്തുൻ മാധിയത്തുൻ എന്ന് പറഞ്ഞാൽ ഭൗതികമായ കാരണം, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ശാസ്ത്രീയമായ കാരണം. മറ്റൊന്ന് ഇല്ലത്തുൻ റൂഹിയ, പരോക്ഷമായ ഒരു മെറ്റാഫിസിക്കലായ ഭൗതികാതീതമായ ഒരു കാരണം. ഇപ്പം ഈ പീഠം എന്തുകൊണ്ട് ഇളകുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഭൗതികമായ കാരണം ഞാൻ ഇളക്കുന്നു എന്നുള്ളതാണ്. വേർ ദർ ഈസ് ആൻ ആക്ഷൻ ദർ വിൽ ബി ഈക്വൽ ആൻഡ് ജസ്റ്റ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അതാണ് ഈ കാണുന്നത്. അതതിൻ്റെ ഇല്ലത്തുൻ മാധിയാണ് എന്ന് പറഞ്ഞതുപോലെ അന്തരീക്ഷത്തിൽ തെങ്ങോലകൾ ഇളകുന്നത് അതിനൊരു ഭൗതികമായ കാരണമുണ്ട്. കാറ്റ് വന്ന് അതിനെ സമ്മർദ്ദപ്പെടുത്തുമ്പോഴാണ് ഓല അല്ലെങ്കിൽ ഇല ഇളകുന്നത്. പക്ഷെ അവിടെ അതിനപ്പുറമുള്ളൊരു മെറ്റാഫിസിക്കൽ റീഡിങ്. അതെന്താ? ഈ കാറ്റെന്തുകൊണ്ടാണ് ഇളകിയത് എന്നുള്ളതാണ് വിഷയം. എന്തുകൊണ്ടാണ് കാറ്റ് വായു ഇളകിക്കൊണ്ടേയിരിക്കുന്നത്? എന്തുകൊണ്ടാണ് പ്രകൃതി മുഴുവനും ചലനനിശ്ചലനങ്ങൾക്കിടയിൽ, പ്രക്രിയകൾക്കും പ്രതിഭാസങ്ങൾക്കും ഇടയിൽ ഇതിൻ്റെ നൈരന്തര്യം ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണം നേരത്തെ പറഞ്ഞതാണ്, യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. നിങ്ങൾ ഈ ഇസ്ലാം എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു സിദ്ധാന്തം ശരി തന്നെ. പക്ഷെ അത് ഈ ചെറിയ മനുഷ്യരുടെ ഒരു ജീവിത വ്യവസ്ഥയാകുമ്പോൾ
അതിവലിയ ഒരു പ്രപഞ്ചത്തിലേക്ക് അതിനെ അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ അഭംഗിയില്ലേ, അത് അസാംഗത്യല്ലേ എന്ന് പറയുന്ന ആ ഒരു നിരീക്ഷണത്തിൻ്റെ മറുപുറം, അതാണ് ഞാൻ സൂചിപ്പിച്ചത്, മനുഷ്യരുടെ മതമല്ല ഇസ്ലാം എന്നുള്ളതാണ്. ഇസ്ലാം പ്രപഞ്ച മതമാണ്, പ്രാപഞ്ചിക മതമാണ്. ചിലരൊക്കെ ഇസ്ലാം പ്രകൃതി മതം എന്ന് പറയലുണ്ട്. എൻ്റെ ചെറിയൊരു അഭിപ്രായ പ്രകാരം ആ പദം പോലും ഫിറ്റല്ല. പ്രകൃതി മതം എന്ന വാക്ക് പോലും ഫിറ്റല്ല. കാരണം പ്രകൃതി മതം എന്നതിൻ്റെ വിശദീകരണമായിട്ട് വരാറുള്ളത് മനുഷ്യപ്രകൃതിയോട് ഇണങ്ങുന്ന മാത്രമാണ്. മനുഷ്യപ്രകൃതിയോട് മാത്രമല്ല, എല്ലാത്തിൻ്റെ പ്രകൃതിയോടും ഇസ്ലാം അണങ്ങും. ഇസ്ലാം പ്രകൃതിയുടെ മതമാണ്. എന്തുകൊണ്ട്? അപ്പോൾ വിശദീകരിക്കും. മതമൊന്നും ഇല്ലാത്തൊരു മരുഭൂമിയിൽ മനുഷ്യർ ഒരു പൊതുജീവിതം ആരംഭിച്ചാലും കൊലപാതകം തെറ്റാണെന്നേ മനുഷ്യൻ്റെ ജനിതക ബോധത്തിൽ വരുള്ളൂ. ഇവിടെയുള്ള നേരത്തെ നമുക്കാർക്കും ഒരു വാദമൊന്നുമില്ല. മതം ഒഴിവാക്കിയ ആളുകളൊക്കെ മഹാമോശക്കാരാണെന്നുള്ളൊരു വാദം മതവിശ്വാസികൾ ഒരിക്കലും ഉന്നയിക്കില്ല. മതമില്ലാത്ത ആളുകൾക്ക് ഇവിടെ അവർ കൊല്ലും, വ്യഭിചരിക്കും, പെണ്ണുപിടിക്കും ഒക്കെ പ്രശ്നങ്ങളാണ്, അങ്ങനെ മതവിശ്വാസികൾ പറയില്ല. ഞാൻ ആ ഭാഗത്തേക്ക് വരാം. അതേസമയം അങ്ങനെ ഒരു പൊതുജീവിതം മതമൊന്നും ഇല്ലാത്തൊരു മതം പരിചയമില്ലാത്തൊരു മരുഭൂമിയിലോ മറ്റോ ഉണ്ടായാൽ, അങ്ങനെയാണെങ്കിലും മനുഷ്യരുടെ മനസ്സിൽ കൊലപാതകവും പലിശയും പിടിച്ചുപറിയും ബലാത്സംഗവും ലഹരി ഉപയോഗവും തുടങ്ങിയ സംഗതികളൊക്കെ മോശമാണെന്ന് തന്നെയല്ലേ വരുള്ളൂ. അപ്പം നാച്ചുറലി മനുഷ്യന് നല്ലതാണെന്ന് തോന്നുന്നതിനെ ഇസ്ലാം നല്ലതാക്കി, നാച്ചുറലി മനുഷ്യന് മോശമാകുന്നതിനെയൊക്കെ ഇസ്ലാം മോശമാക്കി. അത് കറക്റ്റാണ്, ശരിയാണ്. പക്ഷേ അതുകൊണ്ട് ഇസ്ലാം ഈസ് എ നാച്ചുറൽ റിലീജിയൻ. പക്ഷേ അത് ശരിയല്ലെന്നല്ല ഞാൻ പറയുന്നത്, അതിൻ്റെ അപ്പുറത്താണ് ശരി. മനുഷ്യൻ്റെ മാത്രം നാച്ചറിനോടല്ല ഇണങ്ങുന്നത്. ഇപ്പോൾ ഉദാഹരണം നോക്കൂ. ഇപ്പോൾ വയനാട്ടിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഉരുൾപൊട്ടി. അപ്പോൾ വ്യാപകമായി ഇവിടെയുള്ള എക്സ് മുസ്ലിംസ് അവരാണ് ആ ക്യാമ്പയിനൊക്കെ ഏറ്റെടുക്കാറുള്ളത്. എൻ്റെ ഒരു ചെറിയ അഭിപ്രായ പ്രകാരം വളരെ ദയനീയമാണ് അവരുടെ കാര്യം. അപ്പോൾ അവർ ചോദിച്ചിരുന്ന ഒരു ചോദ്യമുണ്ട്. ഈ നിരപരാധികളായ കുഞ്ഞുങ്ങളും മൃഗങ്ങളും ജീവികളും സസ്യങ്ങളുമൊക്കെ നശിച്ചു പോകുമ്പോൾ കാരുണ്യവാനായ അള്ളാഹു എവിടെയായിരുന്നു? അത് മേപ്പാടിയിൽ ഉരുൾപൊട്ടുമ്പോൾ മാത്രമല്ല, ഗാസയിൽ ബോംബ് വീഴുമ്പോഴും അവർ ചോദിക്കും. സിറിയയിലും യമനിലും കുഞ്ഞുങ്ങൾ പട്ടിണി കിടന്ന് മരിക്കുമ്പോഴും അവർ ചോദിക്കും. ഇനി അവർ ചോദിച്ചാലും ഇല്ലെങ്കിലും എവിടെയായിരുന്നു അള്ളാഹ് എന്ന് നമുക്ക് ചിന്തിക്കാം. ഞാനിത് പറയുന്നത് റബ്ബുൽ ആലമീൻ എന്ന് പറയുന്നതിൻ്റെ ഒരു, ഇസ്ലാം എന്ന് പറയുന്നതിൻ്റെ ഒരു വലിപ്പം എങ്ങനെയാണെന്ന് പറയാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ഒറ്റ ഉത്തരം, മേപ്പാടിയിൽ അല്ലെങ്കിൽ എവിടെയാണോ അവിടെ ഉരുൾപൊട്ടുമ്പോൾ അള്ളാഹു ഉരുൾപൊട്ടിക്കുകയായിരുന്നു എന്നുള്ളതാണ്. നിരീശ്വരവാദികളും യുക്തിവാദികളും സ്വതന്ത്ര ചിന്തകരും ചോദിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഉരുൾപൊട്ടുമ്പോൾ അള്ളാഹു എവിടെയായിരുന്നു എന്ന ചോദ്യത്തിൻ്റെ അർത്ഥം വേറെ ആരോ ആണ് ഉരുൾപൊട്ടിച്ചത്. എന്നിട്ട് അള്ളാഹുവിന് അതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല, അല്ലെ അള്ളാഹ് അറിഞ്ഞില്ല, അള്ളാഹ് കണ്ടില്ല. അള്ളാഹ് തലയിൽ കൈവച്ച് പടച്ചവൻ വിളിച്ച് പറഞ്ഞു പോയി, പടച്ചോനെ ഞാനെന്താ ആക്കുക, ഹെൽപ്ലെസ്സായി. അങ്ങനെയാണ് ഇവരെ ചോദ്യം കേട്ട തോന്നുക. പക്ഷെ വാസ്തവത്തിൽ നമ്മുടെ വിശ്വാസം എന്താ? മേപ്പാടിയിൽ ഉരുൾ പൊട്ടിച്ചവൻ അള്ളാഹുവാണ്, ഗാസയിലെ കുഞ്ഞുങ്ങളെ മരിപ്പിച്ചവൻ അള്ളാഹുവാണ്, യമനിൽ പട്ടിണി കൊടുക്കുന്നത്, അതിൻ്റെ കാര്യകാരണങ്ങളെ ഒരുമിച്ച് കൂട്ടുന്നത് അള്ളാഹുവാണ്. അപ്പോൾ നമുക്ക് തോന്നും ഇതെന്തോ അലക്കേല അള്ളാഹുവാണ്, ഉരുൾ പൊട്ടിക്കുന്ന അള്ളാഹുവോ, ക്രൂരമായി പീഡിപ്പിക്കുന്ന അള്ളാഹുവോ? അതിന് ഞാൻ ആദ്യം പറഞ്ഞു, മനുഷ്യരുടെ പ്രൊട്ടക്ഷൻ ഏറ്റെടുക്കുന്ന, രാജുവിൻ്റെയും രാധയുടെയും പ്രൊട്ടക്ഷൻ ഏറ്റെടുത്ത മായാവിയല്ല അള്ളാഹു. കാട്ടിലെ ജീവിക്ക് വിളിക്കുമ്പോൾ നീതി നിർവഹിച്ചു കൊടുക്കുവാൻ
അമാനുഷിക ശക്തിയോടെ വരുന്ന AI നിർമ്മിത എലിയായ ഡിങ്കനല്ല അള്ളാഹു. മനുഷ്യരോട് മാത്രമല്ല അള്ളാഹുവിൻ്റെ കടപ്പാട്. ഈ പൊട്ടിയ മലയുടെയും നാഥൻ അള്ളാഹുവാണ്. ഇതാണ് ഇസ്ലാമിൻ്റെ വിശ്വാസം. ഒരു മല പൊട്ടി എന്നിരിക്കട്ടെ, ഒരു മല ഇടിഞ്ഞതാണല്ലോ ഈ ഉരുൾപൊട്ടൽ. ഉരുൾപൊട്ടൽ സിംബോളിക്കലി ഉദാഹരിച്ചതാണ് കേട്ടോ. ആ മലയുടെയും പടച്ചവൻ അള്ളാഹുവാണ്. ഇന്നാ അറദനൽ അമാനത അല സമാവാതി വൽ അർളി വൽ ജിബാൽ വഅബൈന അൻ യഹ്മിലഹാ വഅഷ്ഫഖന മിൻഹാ വഹമലഹൽ ഇൻസാൻ ഇന്നഹു കാന സലൂമൻ ജഹൂല. ഇന്നാ അറദനൽ അമാനത, നിങ്ങൾ മുഅ്മിനീങ്ങളാകുമോ എന്ന് അള്ളാഹു ആകാശങ്ങളോട് ചോദിച്ചു, ഭൂമിയോട് ചോദിച്ചു, ഭൂമിയിൽ തന്നെ കരുത്തേറിയ പർവ്വതങ്ങളോടും ചോദിച്ചു, എല്ലാത്തിനോടും ചോദിച്ചു. അപ്പോൾ ഫഅബൈന അൻ യഹ്മിലഹ, അവയെത്രയും പറഞ്ഞു ഞങ്ങളെ കൊണ്ടത് കൂട്ടിയാൽ കൂടില്ല. വഅഷ്ഫഖന മിൻഹ, ധിക്കാരപൂർവമല്ല, അവർ പറഞ്ഞതിൻ്റെ താല്പര്യം ഇതാണ്, പ്ലീസ് ഞങ്ങളതിനെ നിർബന്ധിക്കരുത്, ഞങ്ങൾക്കതിൽ നിന്ന് ഒരു ഒഴിവ് കഴിവ് തരണം, ഞങ്ങളെ കൊണ്ടത്. വഅഷ്ഫഖന മിൻഹ, അവർ കേണു പറഞ്ഞു. അപ്പോൾ വഹമലഹൽ ഇൻസാൻ, മനുഷ്യർ ചെന്ന് പറഞ്ഞു. ആലമുൽ അർവാഹിലെ ഒരു രംഗമാണ് പറയുന്നത്, ഞങ്ങൾ ഏറ്റെടുത്ത് കൊള്ളാം. അപ്പം ഞാൻ ആ ഭാഗത്തേക്ക് പോവുകയല്ല. ഈ പൊട്ടിയ മലയ്ക്കും കുല്ലുൻ ഖദ് അലിമ സ്വലാത്തഹു വ തസ്ബീഹഹു, മലക്കും തസ്ബീഹുണ്ട്, മലക്കും നിസ്കാരമുണ്ട്, മലയും സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലിക്കൊണ്ടാണ് അവിടെ നിലകൊള്ളുന്നത്. അപ്പോൾ സ്വാഭാവികമായി കർക്കിടക മാസത്തിൽ അതിശക്തമായ മഴ പെയ്യുകയാണ്. ശക്തമായി മഴ പെയ്ത് മലയുടെ ഉള്ളിലൊക്കെ അതിനെ താങ്ങാൻ കഴിയുന്നതിലേറെ നീര് വന്നടിഞ്ഞപ്പോൾ നമ്മുടെ വയറ്റിൽ നമുക്ക് താങ്ങാൻ കഴിയുന്നതിലേറെ വന്ന് നീരടിഞ്ഞാൽ എന്താകും അവസ്ഥ? നെഞ്ച് പൊട്ടും, ശ്വാസം മുട്ടും. അതേപോലെ പർവ്വതത്തിന് താങ്ങാൻ കഴിയുന്നില്ല. പർവ്വതം വിചാരിച്ചിട്ടല്ല മഴ പെയ്യുന്നതും നീരടിഞ്ഞുകൂടുന്നതും. അപ്പോഴാണ് മലയുടെയും പടച്ചവനായ നാഥൻ അവിടെ ഉരുൾപൊട്ടലിൻ്റെ കാര്യകാരണങ്ങളെ സ്വരുക്കൂട്ടുന്നത്. ഉരുൾപൊട്ടി, വയറ്റിൽ നിന്ന് വെള്ളം ചീറ്റി 4 ഭാഗത്തേക്ക് മുഴുകുമ്പോൾ ഈ മലയുടെ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട് അൽഹംദുലില്ലാ. അപ്പോൾ പിന്നെ ഒരു പ്രശ്നം മനുഷ്യൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ അവിടെയുണ്ട്. അത് മുഴുവനും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഉരുൾപൊട്ടിയതിനെക്കുറിച്ച് മനുഷ്യൻ്റെ പത്രത്തിലുണ്ടാകും ദുരിതമഴ. അതേസമയം ഉറുമ്പുകളുടെയും പാറ്റയുടെയും പ്രാണിയുടെയും ലോകത്തെ പത്രത്തിലുണ്ടാകും അനുഗ്രഹപ്പെയ്ത്ത്. ഇത് രണ്ടും കൂടി കാണുന്നവനാണ് അർശില റബ്ബ്. ഇവിടെ ഹ്യൂമനിസ്റ്റ് അല്ലെങ്കിൽ മനുഷ്യപക്ഷ പ്രപഞ്ച വായനയാണ് നിരീശ്വരവാദം. മനുഷ്യപക്ഷ പ്രകൃതി വായനയാണ് നിർമ്മത യുക്തിവാദങ്ങൾ പലതും. ഇസ്ലാം മനുഷ്യപക്ഷ പ്രകൃതി വായനയല്ല. ഇസ്ലാം സർവപക്ഷ നീതിപക്ഷ യുക്തിപക്ഷ പ്രകൃതി വായനയാണ്. മനുഷ്യർക്കത് നഷ്ടമായതുകൊണ്ട് മനുഷ്യൻ്റെ ഭാഷയിലെ പത്രത്തിൽ വന്നു മേപ്പാടിയിൽ ദുരിതമഴ. ഈ ഒരേ മഴ മനുഷ്യർക്ക് ദുരിതമാകുന്നു, മറ്റു പലതിനും അനുഗ്രഹമാകുന്നു. ഇത് രണ്ടിനെയും സംവിധാനിക്കുവാൻ കഴിവുള്ളതിൻ്റെ പേരിലാണ് നാം അള്ളാഹുവിനെ രക്ഷിതാവ് എന്ന് വിളിക്കുന്നത്. എന്നാൽ പിന്നെ അത് മനുഷ്യന് നഷ്ടം തന്നെയല്ലേ എന്ന് ചോദിച്ചാൽ, അങ്ങനെ ഉറുമ്പിനും പുഴുവിനും പഴുതാരക്കും വേണ്ടി മനുഷ്യനെ കഷ്ടപ്പെടുത്തുന്ന ഒരു പടച്ചവൻ ഞങ്ങൾക്ക് വേണ്ട എന്നും മനുഷ്യൻ്റെ നിസ്സാരമായ ബുദ്ധിയിൽ തോന്നാമല്ലോ. അങ്ങനെയാവുന്നിടത്തും ഇസ്ലാമിന് ഇസ്ലാമിൻ്റേതായൊരു വീക്ഷണമുണ്ട്. തള്ളാം കൊള്ളാം, അത് മറ്റൊന്ന്. എന്താ വീക്ഷണം? വീക്ഷണം എന്ന് പറയുന്നത് എന്തായാലും ഒരിക്കൽ മരിക്കും, അതുറപ്പാണ്. ഉരുൾപൊട്ടലിൽ പെട്ടില്ല, ബോംബിങ്ങിൽ പെട്ടില്ല, മിസൈലിൽ പെട്ടില്ല, ഒരു
ഈ പറയുന്നത് പോലെയുള്ള അകാല ആഹുതികളിലും അകപ്പെടാതെ ഒരു മനുഷ്യൻ ബാക്കിയാവുക വഴി ആ മനുഷ്യൻ ആവറേജ് 75 കൊല്ലത്തിന് മുകളിൽ ബാക്കിയാവുക എന്നുള്ളത് ആരോഗ്യ മേഖലയുടെ തന്നെ കണ്ണിൽ ബോണസ് അല്ലേ? മലയാളിയുടെ ആവറേജ് ഏജ് എത്രയാ? 70 അല്ലേ പറയുന്നു? വേണ്ട, 80 കൂട്ടിക്കോ, 90 കൂട്ടിക്കോ, 95 കൂട്ടിക്കോ, 100 കൂട്ടിക്കോ. 100 ഇല്ല. 85-ാം വയസ്സിൽ നമ്മുടെ നാട്ടിൽ ഒരാൾ പത്രം അറിയുന്നുണ്ടെങ്കിൽ ആ ആളെക്കുറിച്ച് അതേ പത്രത്തിൽ പെട്ടിക്കൊള്ള ന്യൂസ് വരാറുണ്ട്. 85-ലും ചുറുചുറുക്കോടെ കുഞ്ഞായിക്ക. വാസ്തവത്തിൽ എന്തൊരു ട്രോളാത്! കാരണം 85-ലൊക്കെ നിങ്ങൾ മരിക്കണം, എന്നിട്ടും എന്തെവിടെ മരിക്കാതെ ബാക്കിയെന്നാണ് പറയുന്നത്. എങ്ങനെ മരിച്ചാലും മരണത്തിന് ഒറ്റ കാരണമേ ഉള്ളൂ. അടിസ്ഥാനപരമായി മരിക്കുക ശ്വാസം മുട്ടിയിട്ട് മാത്രമാണ്. ശ്വാസം മുട്ടാനുള്ള ദ്വിതീയമോ തൃതീയമോ ഒക്കെ ആയ കാരണങ്ങളാണ് വെള്ളത്തിൽ മുങ്ങുക, തീയിൽ പെടുക, ബോംബിൽ അകപ്പെടുക, ഇതൊക്കെ പറയുന്നത്. അപ്പം നാം ഈ അപകടത്തിൽപ്പെട്ടു മരിച്ചു എന്ന് പറയുന്ന മരണവും അപകടത്തിൽ പെടാതെ മരിച്ചു എന്ന് പറയുന്ന മരണവും പ്രകൃതിയുടെ നിരീക്ഷണത്തിൽ സെയിമാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. കുറേ ആളുകൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടില്ല. നമ്മൾ പറയുന്ന വസ്തുനിഷ്ഠമല്ലാത്തൊരു കാര്യമാണ്, ഒരു ഇമോഷണലായ വൈകാരികമായൊരു കാര്യമാണ് സാധാരണ മരണവും അല്ലെ സ്വാഭാവിക മരണവും അസ്വാഭാവികമായ മരണവും. എങ്ങനെയുള്ള മരണവും പ്രകൃതിയുടെ കണ്ണിൽ സെയിം മരണമാണ്. മരിക്കാനൊരു കാരണം ഉണ്ടാകണം. ചിലപ്പോൾ അത് പട്ടിണിയാകാം, ചിലപ്പോൾ രോഗമാകാം, ചിലപ്പോൾ തീയാകാം, ചിലപ്പോൾ വെള്ളമാകാം, ചിലപ്പോൾ പാമ്പിൻ്റെ വിഷമാകാം, ചിലപ്പോൾ എതിരാളിയുടെ കടാരയാകാം, അവൻ്റെ വെടിയുണ്ടയാകാം, ഒക്കെയാകാം. പ്രകൃതിയിൽ മരിക്കാൻ കാരണം ഓക്സിജൻ നഷ്ടപ്പെട്ടു, BP ഡൗണായി, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ശ്വാസം മുട്ടി മരിച്ചു. ശ്വാസം മുട്ടാൻ എന്താണ് കാരണം എന്നുള്ളിടത്താണ് പത്രഭാഷയുള്ളത്. ശ്വാസം മുട്ടാൻ പല കാരണവും. ഇപ്പോൾ പത്രക്കാർ ലിസ്റ്റ് ഇട്ടു, ഇങ്ങനെയൊക്കെയാണ് ശ്വാസം മുട്ടിയതെങ്കിൽ സ്വാഭാവിക മരണം, ഇങ്ങനെയൊക്കെയാണ് ശ്വാസം മുട്ടിയതെങ്കിൽ അസ്വാഭാവികമായ മരണം. അള്ളാഹുവിൻ്റെ അരികിൽ ഒക്കെ ഒരേ മരണമാണ്. എന്നാലും ഇസ്ലാം നിഷ്കർഷിച്ചു, വെള്ളപ്പൊക്കം, തീപിടുത്തം തുടങ്ങിയ പ്രത്യക്ഷത്തിൽ ദുരനുഭവങ്ങളാകുന്ന വഴി മരണപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ രക്തസാക്ഷികളാണ്. ഗാസയിൽ നിന്ന് മരണപ്പെട്ട കുഞ്ഞുങ്ങൾ, ഭൂകമ്പത്തിൽ മരണപ്പെട്ട കുഞ്ഞുങ്ങൾ, പട്ടിണി കിടന്ന് മരണപ്പെട്ട കുഞ്ഞുങ്ങൾ, എല്ലാ രക്ഷിതാക്കൾ, എല്ലാ വൃദ്ധന്മാർ, ഇവർ ഇസ്ലാമിൻ്റെ വീക്ഷണപ്രകാരം ശുഹദാക്കളാണ്. ഇസ്ലാമിൻ്റെ വീക്ഷണപ്രകാരം അവർ സ്വർഗത്തിൽ എത്തിയിരിക്കുന്നു. ഞാൻ 2 ഭാഗം കംപ്ലീറ്റ് ചെയ്തു. ഒന്ന്, ഇസ്ലാം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ മതമല്ല, പ്രാപഞ്ചികമായ ഒരു താളമാണ്. രണ്ടാമത്തേത്, മനുഷ്യനെ സംരക്ഷിക്കുന്ന ഡിങ്കനോ മായാവിയോ അല്ല, പ്രപഞ്ചത്തെ പരിപാലിക്കുന്ന റബ്ബുൽ ആലമീനാണ് അള്ളാഹു. നമുക്ക് ആ സങ്കീർണമായ ഭാഗം അവിടെ വെക്കാം. നമ്മുടെ ഈമാൻ എത്ര ബലമുള്ളതാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാമല്ലോ. അവിടെ ന്യൂട്രലായിട്ട് നമുക്ക് ഞാൻ ഇനി പറയുന്ന വിഷയം ഒന്ന് സമീപിച്ച് നോക്കാം. ഏതെങ്കിലും തരത്തിൽ ഒരു ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഒരു ഷോപ്പിലൊക്കെ ഒന്നിച്ച് ജോലി ചെയ്ത 4 ആളുകൾ 3-4 കൊല്ലത്തിന് ശേഷം രണ്ടാമത് കാണുന്നു. ബസ്സിൽ നിന്നോ ഹോട്ടലിൽ നിന്നോ ആശുപത്രിയിൽ നിന്നോ എവിടെ നിന്നോ കാണുന്നു. അരമണിക്കൂർ സംസാരിച്ചാൽ, പഴയകാലം പറഞ്ഞാൽ, അതിലൊരു കമൻ്റ് ഇതായിരിക്കും: എത്ര വേഗമാട്ടോ സമയം പോകുന്നത്. ആയിരിക്കൂലേ? എത്ര വേഗമായി സമയം പോകുന്നത്. നമ്മൾ കണ്ടിട്ട് 5 കൊല്ലമായി, നമ്മൾ കണ്ടിട്ട് 8 കൊല്ലമായി. അമേരിക്ക മുതൽ അഫ്ഗാൻ വരെ, ചൈന മുതൽ ചാട് വരെ, ഓസ്ട്രേലിയ മുതൽ ആന്തമാൻ വരെ, ലോകത്ത് മതമുള്ളവനും മതമില്ലാത്തവനും സ്ത്രീയും പുരുഷനും എല്ലാവരും ഏകസ്വരത്തിൽ തർക്കമില്ലാതെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ സമയത്തിന് എന്താണെന്നറിയില്ല, ശാസ്ത്രീയമായി അത് വിശദീകരിക്കാനൊന്നും കഴിയില്ല. സമയം പെടുന്നതിന് പോകുന്നു എന്നുള്ളത്.
ഇനി അത് ഈ സൃഷ്ടിപരമായ കാര്യങ്ങളിലേക്ക് വെച്ചാൽ, ഇന്ന് നോക്ക്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നമ്മൾ തന്നെ മരിച്ചു വീഴുന്ന വാട്സാപ്പിൽ വരെ മെറ്റ ആ സൗകര്യം കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. വിവര സാങ്കേതിക വിദ്യയുടെ വിസ്മയകരമായ വികാസം എന്നൊക്കെ നമ്മളിങ്ങനെ പൊലിപ്പിച്ച് പറയുന്നതാണ്. പക്ഷേ അത് നമ്മുടെ അനുഭവമായി മാറി. പണ്ടൊക്കെയുള്ള ഉസ്താദുമാർ അവരെ ഷെൽഫിലൊക്കെ 3 or 4 ഒക്കെ കിതാബുകൾ, 100 കിതാബൊക്കെ വലിയ അത്ഭുതമാണ്. 4 or 5 ഒക്കെ കിതാബുകൾ മാത്രമായിരിക്കും. പക്ഷേ ഇന്നൊരു ലാപ്ടോപ്പിൻ്റെ ഉള്ളിൽ, ഒരു നല്ല പവറുള്ളൊരു ഫോണിൻ്റെ ഉള്ളിൽ പോലും മക്തബ ഷാമിൽ അതിലൊക്കെ 50,000-ഓളം കിതാബുകൾ വരെയുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്. എന്ത് നോക്കിയാലും ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ചടപട ആകെ വിവരമഴയുടെ മുമ്പിൽ നമ്മളിങ്ങനെ ഡള്ളടിച്ച് നിൽക്കും. ഇതൊന്നും വേണ്ട. ചുരുക്കി പറഞ്ഞാൽ ഈ കാലം അറിയാനുള്ള അവകാശത്തേക്കാൾ കൂടുതൽ ഇതൊന്നും അറിയാതിരിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന കാലമാണ്. ഇത്രയും സൗകര്യമുണ്ട്. പക്ഷെ പണ്ട് ഇതൊന്നും ഇല്ലാത്ത കാലത്ത് ആളുകൾ പഠിച്ചത്ര പഠിക്കാൻ പറ്റുന്നില്ല, ചെയ്തത്ര ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ കാളവണ്ടിക്ക് ചക്രം കണ്ടുപിടിക്കാത്ത കാലത്ത്, പാട്ടവളക്കിൽ മണ്ണെണ്ണ വരാത്ത കാലത്ത്, കടലാസും അച്ചടിയന്ത്രവും ഇല്ലാത്ത കാലത്ത്, അറബ് മഷി കലക്കി പക്ഷിച്ചിറകിൻ്റെ അഗ്രം കൂർപ്പിച്ച് ഒടിയാത്ത അല്ലെങ്കിൽ കമ്പു കഷ്ണങ്ങളെടുത്ത് അത് ചെത്തിമിനുക്കി അത് മഷിയിൽ മുക്കി താളിയോലയിൽ എഴുതിയിരുന്നൊരു കാലത്ത് അത്തരം ഗ്രന്ഥകത്തുക്കൾ 2000 കിതാബുകളും പുസ്തകങ്ങളും എഴുതിയവർ പോലും ഉണ്ട്. യഹ്യ ബിൻ ഷറഫ് നവവി ഇമാം റഹിമഹുല്ല 2000 കിതാബ് എഴുതിയ ആളാണ്. റിസാലയും കിതാബും പ്രസിദ്ധീകൃതവും അല്ലാത്തടക്കം. അത് ഇസ്ലാമിക മേഖല മാത്രമൊന്നുമല്ല, ജനറൽ മേഖലയിലും അധ്യാപകരൊക്കെ ഏതായാലും ഉണ്ടാവുമല്ലോ. ഈ ജയിൽ ലിറ്ററേച്ചർ എന്ന് പറയുന്നൊരു ഒരു സാഹിത്യ ശാഖ തന്നെയില്ലേ. ജയിലിൽ അടക്കപ്പെട്ടവർ ഭക്ഷണം കൊണ്ടു കൊടുക്കുന്ന ആളുകളോട് പറയും, ഇവിടെ ബോറടിക്കുന്നുണ്ട്, നീ അടുപ്പിൽ നിന്ന് കുറച്ച് കരിക്കട്ട കൊണ്ടുവരണം. ആ കരിക്കട്ട കൊണ്ട് ചുവരിലും പലകയിലും എഴുതിയിട്ട് പിന്നീട് ക്രോഡീകരിക്കപ്പെട്ട സമാഹരിക്കപ്പെട്ട ലിറ്ററേച്ചറുകൾ ഇസ്ലാമിക ലോകത്തുണ്ടായിട്ടുണ്ട്. സയ്യിദ് നൂർസി, ഈ തുർക്കി സൂഫി പണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ റസായിലുൻ നൂർ എന്ന കിതാബ് ജയിൽ സാഹിത്യമാണ്. അപ്പോൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ പണ്ട് ചെയ്തിരുന്നു ആളുകൾ. അന്നൊരു സൗകര്യമില്ല. ഇന്ന് എല്ലാ സൗകര്യമുണ്ട്, തികയുന്നില്ല, ടൈം തികയുന്നില്ല. അത് അനുഭവമാണ്. അപ്പോൾ ഈ സമയം ഐസ് അലിയുന്ന പോലെ, ഉപ്പടിയുന്ന പോലെ അടിഞ്ഞു പോകുന്നതിനെക്കുറിച്ച് ലോകത്ത് എവിടെയെങ്കിലും ഒരു പരാമർശമുണ്ടോ എന്ന് നിങ്ങളൊന്ന് പഠിച്ചു നോക്ക്. എൻ്റെ ഒരു ചെറിയ ഒരു പക്ഷേ ഒരു പൊട്ടൻ ബുദ്ധിയിൽ എന്നെ വല്ലാതെ അലട്ടിയൊരു വിഷയം അതാണ്. ഓരോരുത്തരെയും ഓരോ വിഷയമായിരിക്കുമല്ലോ ടച്ച് ചെയ്യുന്നത്. ഇതെന്തൊരു വേഗതയാണ് ഈ സമയത്തിന് എന്നുള്ളത് ചിലപ്പോഴൊക്കെ നിസ്സാരക്കാരനായ എന്നെ വല്ലാതെ അലട്ടിയിരുന്നു. സയൻസിൻ്റെ ലോകത്ത് ഞാൻ കോളേജിൽ ഇസ്ലാമിക് ആസ്ട്രോണമി എടുക്കുന്ന ആളാണ്. അത് വെച്ചും അത് വെച്ചല്ലാതെയും സമയത്തിൻ്റെ വേഗതയെക്കുറിച്ച്, ഭൂമിയിലെ സമയത്തിൻ്റെ വേഗതയെക്കുറിച്ച് എവിടെയെങ്കിലും ഒരു പരാമർശം, അങ്ങനെ ഒരു കാഴ്ചപ്പാട്. പക്ഷേ ഭൂമിയുടെ വേഗതയുടെ അല്ലെങ്കിൽ ഭൂമിയുടെ കറക്കത്തിൻ്റെ വേഗത സ്വല്പം കൂടിയിട്ടുണ്ട് എന്നൊക്കെ കണ്ടു. അറിയുന്നവർക്കത് ഇവിടെ പറയാം. ഏകപക്ഷീയമായി ഒന്നും ഇവിടെ പ്രസംഗിക്കുന്നില്ല. പക്ഷെ അതുവഴി ഒരാർക്ക് സെക്കൻഡ് വേഗതയാണ് കൂടിയതെന്നാണ് പറയുന്നത്. ഒരാർക്ക് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഒരു സെക്കൻഡിനെ മുറിച്ച് അതിൻ്റെ ഒരു പീസിനാണ് ഈ ആർക്ക് സെക്കൻഡ് എന്ന് പറയുന്നത്, നാനോ മൈക്രോ സെക്കൻഡ്. പക്ഷെ ഇവിടെ അതൊന്നും അല്ല ഫീൽ ചെയ്യുന്നത്. ഇവിടെ വർഷങ്ങൾ തന്നെ അതിൻ്റെ ഒരു പൊലിമ ഫീൽ ചെയ്യുന്നില്ല. 2 തവണ ഗൾഫിൽ പോയി നാട്ടിൽ വന്നാൽ ഞാൻ ഈ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവും. പോകുമ്പോഴുള്ള ആൾക്കാരൊന്നുമല്ല വന്നപ്പോൾ. പോകുമ്പം കളിച്ചിരുന്ന കുട്ടികളൊക്കെയാണ് വന്നപ്പോൾ കമ്മിറ്റിയിൽ. നമ്മളാരും മൈൻഡ് തന്നെ ചെയ്യുന്നില്ല. നീയൊക്കെ ഏതാ എന്നാണ് നോട്ടം, ഏത് നാട്ടുകാരനാണെന്നാണ്. കാരണം ജനറേഷൻ മാറി അതിവേഗതയിൽ. പക്ഷെ എൻ്റെ ചെറിയ കണ്ണുകൊണ്ട് ഇതേക്കുറിച്ച് ലോകത്ത് ഒരാളെ പറഞ്ഞിട്ടുള്ളൂ.
ആ ആൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നിഷേധിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾ പറ, ആരാണത് പറഞ്ഞത്? ഞാൻ നേരത്തെ എല്ലാത്തിനും അതിൻ്റെ പ്രാർത്ഥനയും ദുആയും ഉണ്ട് എന്നുള്ള ഖുർആൻ്റെ ഒരു വിഷയം പറഞ്ഞല്ലോ. അതേപോലെ നമുക്കിത് സംശയത്തോടെ നോക്കാം. എന്നാലും ഈ ഹദീസ് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഏതാണ് ആ ഹദീസ്? സയഅതി അലന്നാസി സമാനുൻ, കുറേ കാലം കഴിയുമ്പോൾ സമൂഹത്തിനൊരു അനുഭവം ഉണ്ടാകും. എന്താണ് അനുഭവം? യതകാറബു സമാൻ, സമയം അടുത്തടുത്ത് വരും. യതകാറബു സമാൻ എന്ന അറബി സെൻറ്റൻസിന് സമയം അടുത്തടുത്ത് വരും എന്നതല്ലാത്ത വേറൊരു അർത്ഥവുമില്ല. സമയം അടുത്തടുത്ത് വരും. 5 കാര്യമാണ് എണ്ണി പറഞ്ഞത്. യതകാറബു സമാൻ, സമയം അടുത്ത് വരും. വയുഖ്ബലുൽ ഇൽമ്, പ്രയോജനകരമായ അറിവില്ലാതാകും. ഇപ്പോൾ അറിവുള്ളവരുണ്ടോ എന്ന് ചോദിച്ചാൽ അറിവുള്ളവരേ ഉള്ളൂ, അറിവില്ലാത്തവരില്ല. ഒരു 30 അല്ല 25 കൊല്ലം മുമ്പ് അറിവ് കുത്തകയായിരുന്നു. കേരളത്തിൻ്റെ തന്നെ ചരിത്രം ഒരു 70, 90, 100 കൊല്ലത്തിന് മുമ്പൊക്കെ നോക്കിയാൽ പത്രം വായിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ല, മലയാളം പഠിക്കാൻ സ്വാതന്ത്ര്യമില്ല. അതിന് നമ്മുടെ അറബിയിലേക്ക് വന്നാൽ വലിയ വലിയ മുഫ്തിമാർ അല്ലെ വലിയ വലിയ ആലിമീങ്ങൾക്കൊക്കെ കിതാബൊക്കെ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ബാക്കിയൊക്കെ അവർ പറയുന്നത് കേട്ട് ചെയ്യുന്നു. പക്ഷെ ഇന്ന് അറിവില്ലാത്തവരില്ല. ഏത് ഭാഗത്തും വലിയ ഡിഗ്രിക്ക് മേൽ ഡിഗ്രി, PG, അതുമേൽ ഡോക്ടറേറ്റ്. ഇനി ഏത്, ഞാൻ അത് നേരം കളയുകയല്ല. പക്ഷേ ഒരു വാക്ക് പറഞ്ഞു, അൽ ഇൽമ്. പറമ്പൊട്ടാകെ തെങ്ങാണ്, പക്ഷേ ഹാജിയാർക്ക് പല്ല് കുത്താൻ ഈർക്കളില്ല എന്ന മലയാളത്തിലൊരു ചൊല്ലുണ്ടല്ലോ. അറിവിൻ്റെ കടലിൻ്റെ നടുവിലാണ് സമൂഹമുള്ളത്. ഒറ്റ ക്ലിക്കിൽ കിട്ടും ഒക്കെ. പക്ഷേ ഒന്നിലും ഒരു കൃത്യമായൊരു ധാരണയില്ല, ഒരു പുക. ഈ എല്ലാം അറിയാം, ഒന്നും അറിയില്ല. അതാണ് അവസ്ഥ. വയുഖ്ബലുൽ ഇൽമ്, ഒരു തീർപ്പ് പറയാൻ പറ്റുന്ന തരത്തിലുള്ള അറിവ് ഇല്ലാതാകും. വയങ്കുസുൽ അമൽ, പ്രയോജനകരമായ സൽക്കർമ്മങ്ങൾ ചുരുങ്ങും. വതൽഹറുൽ ഫിതൻ, അറിയപ്പെടാത്ത വിപത്തുകൾ പരക്കും. ഒരു കാര്യം കൂടി അതിൻ്റെ കൂടെ ചേർത്തു, വയുൽ കശുഹു. ഞാനീ പറയുന്ന സംഗതികളൊക്കെ ഒരിക്കലും ഒരു സാധാരണക്കാരന് പറയാൻ സാധ്യമല്ല. ഈ 5ഉം ചേർത്ത് വെച്ചത് കാലം അടുത്തടുത്ത് വരുന്ന അനുഭവമുണ്ടാകുന്ന ഒരു സമൂഹത്തിൻ്റെ മൊത്തം അനുഭവങ്ങളെയാണ് ഒരു ക്യാൻവാസിലേക്ക് കൊളാഷ് ചെയ്യുന്നത്. വയുൽക ഷുഹു, ഷുഹ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഇൻഖിബാദുൽ നഫ്സ്, ഇൻഖിബാദുൽ കൽബ് എന്നാണ് അതിന് അർത്ഥം കൊടുത്തിരിക്കുന്നത്. സങ്കുചിതത്വം, ലുബ്ദ്, പിശുക്ക് എന്നൊക്കെയാണ് മലയാളത്തിൽ പറയാം. പൈസക്ക് പൈസേൻ്റെ കാര്യത്തിൽ ലുബ്ധന്മാരല്ല. പൈസ കൂടിയിട്ട് എന്താ വേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. പൈസ പൊടിക്കുന്നതാണ്. ഹെലികോപ്റ്ററിൽ നിന്ന് നിക്കാഹ്, ചാർട്ടേഡ് ഫ്ലൈറ്റിൽ നിന്ന് നിക്കാഹ്, സാധിക്കുമെങ്കിൽ സാധിക്കാത്തത് കൊണ്ടാണ് അന്യഗ്രഹത്തിൽ നിന്ന് നിക്കാഹ് ചെയ്യുന്ന വീഡിയോ ഒക്കെ അധികം വൈകാതെ നമ്മൾ മിക്കവാറും കാണും. അതൊക്കെ പുരോഗതിയാണ് അതിനും. അപ്പോൾ പൈസയുടെ ലുബ്ധല്ല ഉള്ളത്, മറിച്ച് ഇൻഖിബാദുൻ നഫ്സ്, സങ്കുചിതത്വം. എന്താ പറഞ്ഞതറിയോ? ഒരാൾ മറ്റൊരാൾ അംഗീകരിക്കില്ല. ഡെക്കറേഷൻ ചെയ്ത് പറഞ്ഞാൽ ഇൻഡിവിജ്വലിസം എന്ന് പറയും, വ്യക്തി സ്വാതന്ത്ര്യവാദം. നീ നിൻ്റെ കാര്യം നോക്കിയാൽ മതി, എൻ്റെ കാര്യത്തിൽ ഇടപെടല്ലേ. എനിക്ക് വയസ്സ് 18ആയി, 22ആയി, ഞാൻ ഡിഗ്രി പാസ്സായി, ഞാൻ PG പാസ്സായി, എനിക്കതറിയാം ഇതറിയാം ഒക്കെ അറിയാം. ഞാൻ ആരെ വിവാഹം ചെയ്യണമെന്ന്, ആരെ ചെയ്യണ്ടെന്ന്, എന്ത് ധരിക്കണമെന്ന്, എന്ത് ധരിക്കണ്ടെന്ന്, ആണാവണോ അതല്ല പെണ്ണാവണോ, എങ്ങോട്ട് പോകണം എങ്ങോട്ട് പോകണ്ട, അതിലൊന്നും നീ കയറി ഇടപെടണ്ട കേട്ടോ. മറ്റുള്ളവനെ സ്വീകരിക്കുന്നില്ല. ധർമ്മോപദേശങ്ങൾ, മതം പുറത്ത്, അധ്യാപനങ്ങൾ പുറത്ത്, പള്ളിയിൽ ഉസ്താദ് പുറത്ത്, പള്ളി കമ്മിറ്റി പുറത്ത്, വീട്ടിലെ ബാപ്പ പുറത്ത്, വീട്ടിലെ ഉമ്മ പുറത്ത്. ഓരോ വ്യക്തിയും ഒരു ദ്വീപാകുന്നു. പുതിയ കാലത്തെ സ്വഭാവം, ഓരോ വ്യക്തിയും ഒരു രാജ്യമാകുന്നു, ഓരോ വ്യക്തിയും ഒരു ദ്വീപാകുന്നു.
ഈ ദ്വീപിൽ നിന്ന് ആ ദ്വീപിലേക്ക് ജലം വിതരണം ചെയ്യുന്നില്ല. കൈച്ചാലുകളില്ല. ഇങ്ങോട്ടേക്ക് നിങ്ങളെ കപ്പലും വരണ്ട, തോണിയും വരണ്ട. ഞങ്ങളെ കപ്പൽ നിങ്ങളെ ലോകത്തേക്കും വരുന്നില്ല. നിങ്ങളായി പാടായി. ഈ സ്വന്തം ഹൃദയത്തെ മറ്റുള്ളവരിൽ നിന്ന്, സ്വന്തം വ്യക്തിത്വത്തെ, ജീവിതത്തെ പറിച്ചു നട്ട് സ്വന്തമായി മാറുന്ന ആ കാഴ്ചപ്പാടിനെ കുറിച്ചാണ് പ്രവാചകൻ പറയുന്നത്. വയുൽക്ക, യുൽക്ക എന്ന് പറഞ്ഞാൽ എറിയപ്പെടുക, വിതറപ്പെടുക, ഇടപെടുക എന്നാണ്. വയുൽക്ക ശുഹു, ഞാനുണ്ടാക്കിയ നിർവചനമല്ല, വിശദീകരണമല്ലാതെ. ഇൻഖിബാലുൽ ഖൽബ്, ഹൃദയത്തിൻ്റെ സങ്കുചിതത്വം വിതക്കപ്പെടും. ഞാൻ ആ ഒരു ഹദീസിനെ പറഞ്ഞ നേരം കൂടുതൽ എടുക്കുന്നില്ല. അതിൻ്റെ കൂടെ പറഞ്ഞു യക്ഫുറുൽ ഹറജ്, കൊലപാതകം കൂടും. അപ്പോൾ സഹാബികൾ ചോദിച്ചു, അതിന് പിന്നെ കുറേ കാലം കഴിയണ്ടല്ലോ. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ലാ യദ്രിൽ ഖാതിലു ഫീമ ഖതല, കൊല്ലുന്നവൻ അറിയാൻ കഴിയില്ല ആരെയാണ് എന്തിനാണ് കൊല്ലുന്നത്. കൊല്ലപ്പെടുന്നവൻ അറിയില്ല. വല യദ്രിൽ മഖ്തൂലു ഫീമ ഖുതില, എന്തിനാണ് കൊല്ലപ്പെടുന്നതെന്ന് കൊല്ലപ്പെടുന്നവനും മനസ്സിലാകൂല. ഈ കാര്യങ്ങൾ മൊത്തം ഒറ്റ ലൈനിൽ കോർത്തു നോക്കിയോക്കൂ. ഇതൊക്കെ ഒരു കാലത്തല്ലേ ഉണ്ടായത്. പണ്ടൊക്കെ വാള് കൊണ്ടും കവണ കൊണ്ടും കുന്തം കൊണ്ടും കുറോടി കൊണ്ടും കല്ലേറ് കൊണ്ടും ഒക്കെ യുദ്ധം. കൊല്ലുന്നവൻ അറിയാം ആരെയാ കൊല്ലുന്നതെന്ന്, കൊല്ലപ്പെടുന്നവനും അറിയാം തന്നെ എന്തിനാണ് കൊല്ലുന്നത്, ഞാൻ യുദ്ധത്തിന് വന്നിട്ടാണ്. പക്ഷെ ഇന്നോ പെയ്യെന്നാണ്, മരണം പെയ്യെന്നാണ്, തീ പെയ്യെന്നാണ്. കുരുന്നുകൾ, അബലർ, സ്ത്രീകൾ, വൃദ്ധർ അറിയുന്നില്ല. കൊല്ലുന്നവനും അറിയില്ല ആരൊക്കെയാണ് ഇനി മരിക്കാൻ പോകുന്നത്. അവസാനം അവർ തന്നെ ലാസ്റ്റ് പറയുന്നു, ഞങ്ങൾ ശവശരീരം എണ്ണാറില്ല എന്നൊക്കെയാണ് ചില ധിക്കാരികൾ ലാസ്റ്റ് അങ്ങനെയൊക്കെ കമൻറ്റ് കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ഒറ്റ ചരടിൽ കോർത്ത് വച്ചിരിക്കുന്നു. ഇതെങ്ങനെയാണ് ഒരു മനുഷ്യന് പറയാൻ കഴിയുക? നമ്മുടെ തൽക്കാലം ഇതിനെ നിരൂപിക്കുന്നതിൻ്റെ ഭാഗമായി ആ ഹദീസിനെ രണ്ട് നിലക്ക് നമുക്ക് സമീപിക്കാം. ഒന്നിത് നബി പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ, ഇതൊരു കെട്ട് കഥയാണോ? ഈ സമയം അടുത്തടുത്ത് വരും എന്നുള്ളതിനെ പ്രവാചകൻ വിശദീകരിച്ചത് കേട്ടാൽ ഒന്നുകൂടി അത്ഭുതപ്പെടും. എങ്ങനെയെന്ന് പറഞ്ഞറിയോ? ഫതകൂനു സനതു കശഹർ, ഒരു കൊല്ലം ഒരു മാസം പോലെയാകും. വയകൂനു ഷഹറു കൽ ജുമഅ, ഒരു മാസം ഒരാഴ്ച പോലെയാകും. ഫതകൂനുൽ ജുമഅതു കൽ യൗം, ഒരാഴ്ച ഒരു ദിവസം പോലെയാകും. വയകൂനുൽ യൗമു കസ്സാഅ, ഒരു ദിവസം ഒരു നാഴിക ഒരു മണിക്കൂർ പോലെയാകും. ഫതകൂനു സാഅതു കതർഫത്തിൽ ഐൻ, ഒരു നാഴിക നേരം കണ്ണ് ചിമ്മി തുറക്കുന്ന അത്രയും പെട്ടെന്നും തീർന്നു പോകും. ഇതല്ലേ സംഭവിക്കുന്നത്? അപ്പം അവിടെ രണ്ട് വിഷയം. നമ്മൾ കണ്ണ് ചിമ്മി അംഗീകരിക്കല്ല. ഇത് റസൂൽ പറഞ്ഞിട്ടുണ്ടോ? ഒരു യുക്തിവാദിക്ക് പരിശോധിക്കാം, ഒരു സ്വതന്ത്ര ചിന്തകന് പരിശോധിക്കാം, ഒരു എക്സ് മുസ്ലിമിന് പരിശോധിക്കാം. പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോഴുള്ള പ്രശ്നം, അവരുടെ ജീവിതത്തെ റദ്ദ് ചെയ്യേണ്ടി വരും. കാരണം അവരിപ്പോൾ മെനക്കെടുന്നത് എന്തിനാ? ഖുർആനിലെ അബദ്ധം പറയാൻ, ഹദീസിലെ പ്രശ്നങ്ങൾ പറയാൻ. അത് പറഞ്ഞിട്ടാണ് അവർ ഒരുപക്ഷെ ജീവിക്കുന്നത് പോലും. അങ്ങനെ ആക്ഷേപിക്കാൻ അവർ ഏത് സ്രോതസ്സാണോ ഉപയോഗിക്കുന്നത്, അതേ സ്രോതസ്സിൽ ഇതുമുണ്ട്. മലബാർ മാനുവൽ, വില്ലൻ ലോകൻ്റെ മലബാർ മാനുവലിലെ പരാമർശം ഒരു ചരിത്രകാരൻ ഉദ്ധരിക്കുകയാണ്. അതിൽ ഒരു ഭാഗം ഞങ്ങൾ അംഗീകരിക്കുന്നു, മറ്റൊരു ഭാഗം അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? നിങ്ങൾ വില്ലൻ ലോകൻ കൊള്ളാത്തവനാണെങ്കിൽ മലബാർ മാനുവൽ മൊത്തം നിങ്ങൾ തള്ളണം. ഇനി വില്ലൻ ലോകനെ നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ മലബാർ മാനുവൽ നിങ്ങൾ സ്വീകരിക്കണം. ഇതൊരു വാലി ടെസ്റ്റിമോണിയുടെ എപ്പിസ്റ്റമോളജി നീതി എന്ന് പറയും. ഞാൻ സങ്കീർണതയിലേക്ക് പോവുകയല്ല. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നമുക്ക് ആ ഭാഗത്തേക്ക് പോവാം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അത് പറഞ്ഞു എന്നുള്ള കാര്യം വളരെ ഉറപ്പുള്ള കാര്യമാണ്. രണ്ടാമത്തെ വിഷയം, ഏകദേശം ഒരു 1000-1500 കൊല്ലത്തിന് ശേഷം ലോകത്ത് വരുന്നൊരു കാര്യം പ്രവാചകൻ എങ്ങനെ അന്ന് പറഞ്ഞു? ഇപ്പം ലാ യദ്രിൽ ഖാതിലു ഫീമ ഖതല വലാ യദ്രിൽ മഖ്തൂലു ഫീമ ഖുതില എന്ന് പ്രവാചകൻ്റെ കാലത്ത് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം പ്രവാചകൻ്റെ കാലം ദുരൂഹമായ കാലമല്ല. ക്രിസ്തബ്ദം 570 ഏപ്രിൽ 21 ജനിക്കുന്നു. ക്രിസ്തബ്ദം 610 ആഗസ്റ്റിൽ നബിയാകുന്നു. ക്രിസ്തബ്ദം 622 ജൂലൈ 19 ഹിജ്റ പോകുന്നു.
ക്രിസ്തത്വം 632 ജൂൺ 8 വഫാത്താകുന്നു. ആണ് ചരിത്രത്തിൽ വ്യക്തമായ രേഖയിലുള്ള ഒരു മനുഷ്യനാണ്. പറഞ്ഞ കാര്യം ക്രോഡീകൃതം, ചെയ്തത് ക്രോഡീകൃതം, ഒക്കെ രേഖയാണ്, സുമാറല്ല. അപ്പോൾ അന്നത്തെ കാലത്തെ യുദ്ധം എന്ന് പറയുന്നത് അമ്പെയ്ത് യുദ്ധമുണ്ട്, വാളുകൊണ്ട് വെട്ടി യുദ്ധമുണ്ട്, കല്ലെറിഞ്ഞ യുദ്ധമുണ്ട്. എപ്പോൾ മുതലാണ് ഈ കൊല്ലുന്നവന് കൊല്ലപ്പെടുന്നവരെ അറിയാത്ത യുദ്ധം തുടങ്ങിയത്? കൊല്ലപ്പെടുന്നവർക്ക് എന്തിന് ഞങ്ങൾ ബലിയാടാകുന്നു എന്ന് മനസ്സിലാവാത്ത യുദ്ധം വരുന്നു എന്ന് ചോദിച്ചാൽ അത് മിസൈൽ സാങ്കേതിക വിദ്യ, റോക്കറ്റ് സാങ്കേതിക വിദ്യ ഭൂമുഖത്ത് വന്നതിന് ശേഷമാണ്. അതിനു മുമ്പ് ഈ പ്രശ്നം ഇല്ല. ഭൂമിയിൽ സമയം അടുത്തടുത്ത് വരുന്നു എന്ന് പറയുന്ന വിഷയം അന്നില്ല. അന്ന് ആരും അത് പരാതിപ്പെട്ടിട്ടില്ല. അപ്പം ലോകത്തിൻ്റെ അനുഭവമാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സംഗതികൾ പുലരുന്നത് മാത്രം നോക്കിയാൽ, അത് മാത്രം നോക്കിയാൽ നമ്മൾ ഇസ്ലാമിനെക്കുറിച്ച് എന്തെങ്കിലും വേണ്ടാത്തത് വിചാരിച്ചുവെങ്കിൽ തൗബ ചെയ്യണം എന്ന് നമുക്ക് തോന്നും. ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യൻ്റെ രൂപത്തിൽ വന്ന ഹദീസ്. അവസാനത്തെ ചോദ്യം മൽ ഇസ്ലാം, ഒന്നാമത്തെ ചോദ്യം. വമൽ ഈമാൻ, രണ്ടാമത്തെ ചോദ്യം. വമൽ ഇഹ്സാൻ, മൂന്നാമത്തെ ചോദ്യം. നാലാമത്തെ ചോദ്യം ജിബ്രീൽ പ്രവാചകനോട് ചോദിക്കുകയാണ്. ആദ്യ ഭാഗം ഒരുപാട് സമയമാകും, ഞാൻ പറയുന്നില്ല. അവസാന ഭാഗം വമതസ്സാഅ, എപ്പോഴാണ് അന്ത്യനാൾ? അപ്പോൾ പ്രവാചകൻ പറഞ്ഞു മൽ മസ്ഊലു അഅലമു മിനസ്സാഇൽ, ചുരുക്കി പറഞ്ഞാൽ അക്കാര്യം താങ്കളെക്കാൾ എനിക്കറിയില്ല. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു ഫഅഖ്ബിർനി അൻ അമാറാത്തിഹ, എപ്പോൾ ആണെന്നറിയില്ലെങ്കിൽ ഏകദേശം അതടുത്തു എന്ന് കാണിക്കുന്ന ലക്ഷണങ്ങൾ പറഞ്ഞതായോ? അപ്പോൾ പ്രവാചകൻ പറഞ്ഞ എന്താ അറിയോ? ഫഖാൽ അൻ തറൽ ഹുഫാത അൽ ഉറാത്ത അൽ ആലത്ത റിയായ ഷാത്തി യതതാവലൂന ഫിൽ ബുനിയാൻ. 4 കൂട്ടരെ ചേർത്ത് വെച്ച് ഒരു അഞ്ചാമത്തെ ഒരു കാര്യം പറഞ്ഞു. അൻ തറൽ ഹുഫാത്ത, ചെരുപ്പ് ധരിക്കാൻ പോലും വകയില്ലാത്ത, അൽ ഒറാത്ത, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത, അൽ ആലത്ത, ദരിദ്ര കുചേലരായ, റിയായ ഷാത്തി, ആടുജീവിതം നയിച്ച് നടക്കുന്ന അറബികളെ നിങ്ങൾക്ക് കാണാൻ കഴിയും. യതതാവലൂന ഫിൽ ബുനിയാൻ, വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കി മത്സരിക്കുന്നത് കാണാൻ കഴിയും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തിനാണ് വിശദീകരിക്കുന്നത്? 1950 1970 എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഞാൻ പറയുമ്പോൾ പഴയ പ്രവാസികൾ ചിലപ്പോൾ അവർക്ക് ബോറടിക്കുന്നുണ്ടാവും. അബുദാബിയും ദുബൈയും ദോഹയും അല്ലേ ഉണ്ടായി വന്ന കാലം മുതൽ കണ്ട ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ടാകും. 5 നില ബിൽഡിംഗ് ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല. 2002 ഇമേജ് ഞാൻ ജസ്റ്റ് അടിച്ചു നോക്കി. നോക്കുമ്പോൾ ബുർജ് ഖലീഫാൻ്റെ ഒക്കെ ബിൽഡിങ്ങിൻ്റെ ഫൗണ്ടേഷൻ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. ദുബൈയും അബുദാബിയും ദോഹയും കുവൈത്തും ബഹ്റൈനും മനാമയും മസ്കറ്റുമൊക്കെ നമ്മൾ ഈ കാണുന്ന പോലെ ഫോട്ടത്തിലെ ഈ ബിൽഡിംഗ് കോൺക്രീറ്റ് കടലുകളായിട്ട് 10-20 കൊല്ലമേ ആയിട്ടുള്ളൂ. ഇപ്പോഴും ഗൾഫിൽ നമ്മുടെ നാട്ടിൽ ഉള്ളതിനേക്കാളും പിന്നോക്ക അവസ്ഥയിലുള്ള എത്രയോ പ്രദേശങ്ങളില്ലേ ബിൽഡിങ്ങുകൾ അവിടെ ഇല്ലായിരുന്നു. ബിൽഡിങ്ങുകളില്ലായിരുന്നു എന്ന് മാത്രമല്ല, അതാണ് ഞാൻ പറഞ്ഞത് 2000 ഫോട്ടോ അടിച്ചു നോക്കാൻ. ബിൽഡിങ്ങുകളില്ലായിരുന്നു എന്ന് മാത്രമല്ല, ഏറ്റവും അവികസിത പ്രദേശം. ഇപ്പോൾ ഔറംഗസീബ് ഡൽഹി ഭരിക്കുന്ന കാലത്തെ ഒരു ചരിത്രം വായിച്ചു തോർക്കുന്നു. ക്രിമിനൽസിനെ നാട് കടത്താറുള്ളത് അറേബ്യയിലേക്കാണ്. ആലോചിച്ച് നോക്കൂ. അപ്പം അന്ന് ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിക്കുമ്പോൾ മലപ്പുറക്കാർ ആന്തമാനിലേക്ക് നാട് കടത്തിയല്ലോ. അവിടെ പോയാൽ ഈ താനൂരും തിരുവരങ്ങാടിയും കുറ്റിപ്പുറവും ഒക്കെ അവിടെയുണ്ടല്ലോ. എന്ന് പറഞ്ഞ പോലെ ഈ ഔറംഗസീബ് ഡൽഹിക്കാരെ നാട് കടത്തിയത് അറേബ്യയിലേക്കാണ്. എന്തുകൊണ്ടെന്നറിയോ? തിരിച്ചു വരൂല, സൗകര്യമില്ല, മരിച്ചു പോകും, കൊന്നു എന്നുള്ള പേരുദോഷം വേണ്ട. ആ അറേബ്യ 2025 എത്തി നിൽക്കുമ്പോൾ അറേബ്യയുടെ ചിത്രം ഏതാ? ഞാൻ നേരത്തെ തക്കാറബുവിൻ്റെ അർത്ഥം പറഞ്ഞില്ലേ? മലയാളത്തിൽ മായം കലർത്തുന്നില്ല. തത്വാവല എന്ന് പറഞ്ഞാൽ നീളമുള്ളതാക്കി എന്നാണ്. യതതാവലു,
നീളമുള്ളതാക്കി മത്സരിക്കും. ഏത് വിഷയത്തിൽ? ഫിൽ ബുന്യാൻ, കെട്ടിടമുണ്ടാക്കി അല്ലെങ്കിൽ കെട്ടിടം കിട്ടുന്ന വിഷയത്തിൽ നീളം കൂട്ടി മത്സരിക്കും. അതൊരു ബുർജ് ഖലീഫ മനസ്സിൽ വെച്ചിട്ട് പറയുന്നൊന്നുമല്ല. എന്ത് ബുർജ് ഖലീഫ അല്ലാത്തത്ര കെട്ടിടങ്ങൾ. അറബികളുടെ ഒരു പ്രത്യേകത, മരുഭൂമിയിൽ ആയിരക്കണക്കിന് കിലോമീറ്റർ വേസ്റ്റായി ഉണ്ടെങ്കിലും അവർക്ക് അവിടെ കെട്ടിടം കെട്ടുന്നതിനേക്കാളും താല്പര്യം വെള്ളം കെട്ടാഞ്ഞത് കൊണ്ടാകും. കടൽ പൂഴിയിട്ട് നികത്തിയിട്ട് കോർണിഷ് സിറ്റികൾ തന്നെ അറബികൾ ഉണ്ടാക്കും. കടൽ നികത്തിയിട്ടാണ് ഒട്ടുമിക്ക സിറ്റികളും വന്നത് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ആ ഹദീസിനെ അവിടെ വെക്ക്, എന്തെങ്കിലും നാക്കിയേ പറ്റൂ ആ ഹദീസിനെ. എന്താ ഇപ്പം ചെയ്യുക നമ്മൾ? ഇതൊക്കെ ഒരു മനുഷ്യനെ എങ്ങനെ പറയാൻ പറ്റി? അതിൻ്റെ കൂടെ വരുന്ന ഏകദേശം ആ മാലയിൽ ചേർക്കാവുന്നൊരു ഹദീസ്, മസ്ജിദ് നബവി, ഈത്തപ്പനയുടെ ഓല കൊണ്ട് റൂഫ്, മേൽക്കൂര, ഈത്തപ്പനയുടെ തണ്ട് കൊണ്ട് തൂണ്, മഴ പെയ്താൽ ചോർന്നൊലിക്കും, വെയിലറിച്ചാൽ വെയിൽ കൊണ്ട് സഹാബികൾക്ക് അന്യോന്യം വിയർപ്പ് മണക്കും. ഇതാണ് ഹദീസിലുള്ളത്. മനുഷ്യരാണ്. ആ പള്ളിയിൽ ഇരുന്നു കൊണ്ട് പ്രവാചകൻ പറയുന്നു, ഇന്നല്ലാഹ ഖദ സവ്വാലിയൽ അർള മശാരികഹ വ മഗാരിബഹ, ഈ ഭൂമിയുടെ കിഴക്കും പടിഞ്ഞാറും ഒരു കോണ് പോലെ എനിക്ക് അള്ളാഹു ഒരു ഫോൾഡറാക്കി കാണിച്ചു തന്നു. എന്നിട്ടതിൻ്റെ സുദീർഘമായ വിശദീകരണത്തിൽ പറയുന്നു, അന്ത്യനാളാണ് വിഷയം, ദജ്ജാൽ വരും, ഈ ജുഹുഫ മല, അതിൻ്റെ മുകളിൽ ദജ്ജാൽ പ്രവേശിക്കും. മദീനയിലുള്ള ഉഹുദിൻ്റെ അപ്പുറത്തുള്ള ആ മല, മദീനയിലേക്ക് വരാൻ ശ്രമിക്കും. പക്ഷേ മലക്കുകൾ എറിഞ്ഞോടിക്കും. പ്രവേശിക്കാൻ സാധിക്കാത്ത ദജ്ജാൽ ഈർഷ്യയോടുകൂടെ ഈ നഗരത്തിലേക്ക് ദജ്ജാൽ നോക്കും. അങ്ങനെ എൻ്റെ ഈ മസ്ജിദ് നോക്കിക്കൊണ്ട് ദജ്ജാൽ ചോദിക്കും, ലിമനിൽ കസറുൽ അബിയദു ഹാദാ, ആരുടേതാണ് ഈ വൈറ്റ് പാലസ്? അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയോ? ഇത് പറയുമ്പോൾ ഒറ്റ സഹാബിയും എഴുന്നേറ്റ് പോയില്ല എന്നുള്ളതാണ്. എന്താ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇത് പറയുമ്പോൾ സഹാബികൾ ഇന്നത്തെ നമ്മുടെ കോമൺ സെൻസ് വെച്ച് നമ്മൾ ആലോചിച്ചാൽ എഴുന്നേറ്റ് പോണ്ടേ? എന്താ കാര്യം? ഇവിടെ തിന്നാനൊന്നും ഇല്ലാത്ത കാലാണ്. ഉപരോധത്തിൽ വലഞ്ഞിട്ട് ഞങ്ങൾ കാഷ്ടിക്കുന്നതും ഒട്ടകം കാഷ്ടിക്കുന്നതും രണ്ടും കറുപ്പ്, രണ്ടും കറുകപ്പുല്ലിൻ്റെ അവശിഷ്ടം. ഏതാണ് ഞങ്ങളുടെ കാഷ്ടം, ഏതാണ് ഒട്ടകത്തിൻ്റെ കാഷ്ടം തിരിച്ചറിഞ്ഞിരുന്നില്ല. ആ കാലത്താണ് ഈ ഹദീസ്. സഹാബികൾ കോമൺ സെൻസ് കൊണ്ട് പറയില്ലേ, ഞങ്ങൾ നിങ്ങളെ വിശ്വസിച്ചു, ഞങ്ങൾ വേറെ പോകുന്നില്ല, എന്നാലും നിങ്ങൾ ഇത്ര വലുതൊന്നും തള്ളല്ലേ, സഹിക്കാൻ കഴിയുന്നില്ല, പള്ളയപ്പയിക്കുന്നേ എന്ന് പറയൂലേ കോമൺ സെൻസ് ഉള്ള സഹാബികൾ. കാരണം ആ ഹദീസ് ഏതിന് തുല്യ? ഇപ്പം താലിബാൻ്റെ മേധാവി താലിബാൻ്റെ പട്ടാളക്കാരോട് പറയുന്നതാണ്, ആരും പിരിഞ്ഞു പോവല്ല, 2028 നമ്മുടെ പതാക ന്യൂയോർക്കിൽ നാട്ടും എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും? ലോകത്തൊരു കുട്ടി അത് വിശ്വസിക്കുമോ? വിശ്വസിക്കൂല. ഏകദേശം ഭൗതികമായി ചിന്തിച്ചാൽ അതാണ് ഈ പറയുന്നത്. തിന്നാൻ ഗോതമ്പ് മണിയില്ലാത്തൊരു കാലത്ത് അണികളോട് പ്രവാചകൻ പറയുകയാണ്, ഈത്തപ്പന പട്ടയും അതിൻ്റെ തണ്ടും കൊണ്ട് നിർമ്മിച്ച പള്ളിയിൽ വെച്ചുകൊണ്ട് ദജ്ജാൽ വന്നിട്ട് ചോദിക്കും, ലിമനുൽ കസറുൽ അബിയദു ഹാദാ. അപ്പോൾ അവിടെ ഒന്നാമത്തെ വിഷയം ആ ഹദീസിന് പുലർന്നു എന്നുള്ളതല്ല, അത് രണ്ടാമത്തെ വിഷയമാണ്. ഒന്നാമത്തെ വിഷയം അള്ളാഹുവിൻ്റെ റസൂൽ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസ്, ആ കാര്യം പറയുമ്പോൾ സദസ്സിനത് വിശ്വാസമായിരുന്നു എന്നുള്ളതാണ്. അവിടെയാണ് ഇസ്ലാമുള്ളത്. അതാണ് ഇസ്ലാം. കാരണം അതുവരെയുള്ള അവരുടെ അനുഭവങ്ങൾ മുഴുവനും പറഞ്ഞത് അച്ചട്ടം പുലർന്നതാണ്. 40 വയസ്സ് വരെ നുണ പറയാത്തയാളാണ്. എല്ലാം നഷ്ടപ്പെടാൻ വേണ്ടി ഒരാൾ നുണ പറയോ? അനുഭവിച്ച് വരുന്ന ആസ്വാദനങ്ങളും എൻജോയ്മെൻറ്റുകളും പ്രിവിലേജുകളും ഒരു സെക്കൻഡ് നേരത്തെ ഇല്ലാതാകുന്ന ഉറപ്പാണ് പ്രവാചകന്. ആ സമൂഹത്തിൻ്റെ ശീലങ്ങൾക്കെതിരെ സംസാരിച്ചാൽ ആത്മഹത്യാപരമാണ്. അപ്പോൾ ആത്മഹത്യാപരമായ കാര്യമാണ് പ്രവാചകൻ ചെയ്യുന്നത്. ലാത്ത ഉസ്സ മനാത്ത ഇസാഫ് നായിലെ ആരാധിക്കരുത്, അള്ളാനെ ആരാധിക്കാവൂ എന്ന് പറഞ്ഞാൽ
നബിക്ക് ഉറപ്പാണ് ഈ സെൻറ്റൻസ്, ഈ കാര്യം ഞാൻ പറഞ്ഞാൽ പിറ്റേന്ന് രാവിലെ മുതൽ പിന്നെ ഞാൻ കൊള്ളാത്തനാകും, ഞാൻ ഭ്രാന്തനാകും എന്നുള്ളത് നബിക്ക് ഉറപ്പാണ്. എന്നാലും പ്രവാചകൻ അത്രയും ബോധ്യമുള്ളത് കൊണ്ടല്ലേ, ഞാനിത് വെറുതെ പറയുന്നതല്ല. പുണ്യ നബിക്ക് ഹിസ്റ്റീരിയ ബാധിച്ചതാണ്, മനോരോഗമാണ് എന്ന് പച്ചയിൽ ഇപ്പോഴും പ്രസംഗിക്കുന്ന എക്സ് മുസ്ലിംസ് കോഴിക്കോട്ട് അങ്ങാടിയെ ചുറ്റിപ്പറ്റിയുണ്ട്. പക്ഷേ ഈ കോമൺ ലോജിക് കൊണ്ട് ആലോചിച്ച് നോക്കൂ. നബി നുണ പറയുകയാണെങ്കിൽ ആദ്യം എന്താ ചെയ്യേണ്ടത്? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ അലി സയ്യിദിനാ മുഹമ്മദ്. കുറച്ച് നേരം നല്ല കാര്യം ചിന്തിക്കലാണ് രാവ് മൊത്തം നിന്ന് നിസ്കരിക്കുന്നതിനേക്കാളും ഉത്തമമെന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. എനിക്കിപ്പോൾ ഒരാഗ്രഹം, ജോലിയൊന്നും കിട്ടുന്നില്ല, കുറച്ചുകൂടി പൈസ ഉണ്ടാക്കണം, ഞാനൊരു ഒരു ചിലവാകുന്ന ഒരു ക്യാപ്സൂൾ ഇറക്കണം, ഒരു സിദ്ധനായി മാറണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം എന്താ ചെയ്യാറിയോ? ആദ്യം ഞാൻ ചെയ്യുക ഒരു കോമൺ സെൻസ് കൊണ്ട് എന്താ, 2 മാസം മെനക്കെട്ട് എൻ്റെ കോലം ഒന്ന് മാറ്റിയെടുക്കാൻ ശ്രമിക്കും. ഇപ്പം എന്നെ തിരിച്ചറിയുന്നുണ്ട്. മുടീൻ്റെ ഷേപ്പ് മാറ്റും, താടീൻ്റെ ഷേപ്പ് മാറ്റും, ഉടലിൻ്റെ ഷേപ്പ് മാറ്റും. എന്നിട്ട് വല്ല തമിഴ്നാട്ടിലോ അധികം മീഡിയ അറ്റൻഷൻ വരാത്ത ഒരു ഭാഗത്ത് പോയി ഒളിച്ച് താമസിച്ച് കാര്യം നേടിയെടുക്കും. കാരണം എന്നെ ഒരാളും തിരിച്ചറിയാൻ പാടില്ല, തിരിച്ചറിഞ്ഞാൽ പ്രശ്നമാണ്. ഇവിടെ വ്യാജ ഡോക്ടേഴ്സ് വരത്തില്ലേ? ഈ ഡോക്ടേഴ്സ് അവരെ നാട്ടിൽ പലതും പിടിക്കപ്പെടുന്നത് വേറെ സ്റ്റേറ്റിൽ നിന്നായിരിക്കും. എന്തുകൊണ്ടാണ്? സ്വന്തം നാട്ടിൽ ആരും ഫേക്ക് ആയിട്ട് ചിലവാക്കാൻ മെനക്കെടൂല. അത് കോമൺ സെൻസാണ്. പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അധികാരം നേടാനോ ആളാകാനോ അല്ലെങ്കിൽ നിലനിൽക്കുന്ന വ്യവസ്ഥയെ എതിർത്തുകൊണ്ടൊരു വിപ്ലവം നയിക്കാനോ ഒക്കെ അഭിനയിക്കുന്നതാണെങ്കിൽ ഒരിക്കലും സ്വന്തം വീട്ടിലേക്ക് ആദ്യമായി പോവില്ല. അറ്റ് മിനിമം അതല്ലേ ശ്രദ്ധിക്കുക. ആദ്യം തന്നെ ചെന്ന് പറയുന്ന ആരോടാ? ഭാര്യാനോട്. എനിക്ക് വഹി കിട്ടിയേ. ലോകത്തൊരു ഹിസ്റ്റീരിയ ബാധിച്ച ഒരാളത് ചെയ്യോ? ഒരു വ്യാജനത് ചെയ്യോ? ആരോട് പറഞ്ഞാലും ഭാര്യാനോട് പറയാതിരിക്കുകയോ ചെയ്യുക. കാരണം ഭാര്യക്കൊക്കെ അറിയാം, കൂടെ കിടന്ന രാപ്പനി മനസ്സിലാക്കിയ ആളാണ്. ലോകം മുഴുവൻ അംഗീകരിച്ചാലും ലാസ്റ്റ് അംഗീകരിക്കുന്നയാൾ ഭാര്യയായിരിക്കൂലേ? ഇവിടെ മാൽക്കം എക്സിന് നോബൽ സമ്മാനം കിട്ടിയ കഥ ഫേമസ് അല്ലേ? അമേരിക്കൻ പ്രസിഡന്റ്, സമാധാനത്തിന് നോബൽ സമ്മാനം. അന്ന് നോർവൽ സർക്കാർ മാൽക്കം എക്സിൻ്റെ വീട്ടിലേക്ക് കമ്പി സന്ദേശം അയച്ചു എന്നാണ് കഥ. റിസീവ് ചെയ്തത് ഭാര്യയാണ്. നിങ്ങളെ ഭർത്താവിനാണ് ഈ വർഷത്തെ നോബൽ സമ്മാനം. അപ്പോൾ ഭാര്യ എന്തേ പ്രതികരിച്ചത്? ഇത്ര മോശപ്പെട്ട ഒരാൾക്ക് കൊടുക്കുന്ന സമ്മാനമായിരുന്നു അത്, അറിഞ്ഞില്ല കേട്ടോ. അത് തമാശക്ക് പറയുന്നതോ കാര്യത്തിലുള്ള കഥയാണെങ്കിലും സ്വന്തം പാർട്ട്ണർക്ക് ഉള്ളിൽ ബഹുമാനം തോന്നാൻ കുറച്ച് പണിയാണ്. നാട്ടിൽ റെസ്പെക്റ്റ്, വീട്ടിൽ റെസ്പെക്റ്റ് ഉണ്ടാവില്ല. റോട്ടിലെ ഹീറോ നാട്ടിലെ ഹീറോ ആവണമെന്നില്ല. കമ്മിറ്റ്മെൻ്റ് ഉണ്ടാകും. ആരെതിർത്താലും ചേർത്ത് പിടിക്കാൻ ഭാര്യ ഉണ്ടാവും. ആരൊഴിവാക്കിയാലും അവസാനം കൈപിടിക്കാൻ ഭർത്താവ് ഉണ്ടാകും. അത് കമ്മിറ്റ്മെൻ്റ് കൊണ്ടാണ്. ആളെക്കുറിച്ച് അഭിപ്രായം മനസ്സാക്ഷിയിൽ നല്ലതായത് കൊണ്ടൊന്നും ആവണമെന്നില്ല. പക്ഷെ ഇവിടെ പ്രവാചകൻ്റെ കാര്യത്തിൽ ആദ്യം പോയി നബി പറയുന്നത് ഭാര്യേനോട്, അത്രയും ഉറപ്പാണ്. രണ്ടാമത് പറയുന്നത് 40 കൊല്ലമായി സുഹൃത്തായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട്. അത് 2 മാത്രം ആലോചിച്ചാൽ മതി. നബിക്ക് അത്രയും ബോധ്യമാണ്. അതിൻ്റെ രണ്ടാമത്തെ പുറമാണ് ഇന്ന് അത് വെള്ളക്കൊട്ടാരമായി എന്നുള്ളത്. ഇനി എൻ്റെ ലളിതമായ ഒരു ചോദ്യം. ഇപ്പോൾ ഈ ടെസ്ലയുടെ മുതലാളി, അദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു? ഇലോൺ മസ്കിൻ്റെ ആത്മകഥ അമേരിക്കയിൽ എഴുതുന്നു എന്നുള്ളൊരു ന്യൂസ് വായിച്ചു. എഴുതുന്നയാളുടെ പേര് വോൾട്ടയർ ഏസിയാസ്. ഒരു ഫേക്ക് ഐഡിയ ഒന്നുമല്ല, ഒരു ഔദ്യോഗിക ചരിത്രകാരനാണ്. അപ്പം അദ്ദേഹത്തോട് ചോദിച്ചു, ഇനിയും മരിക്കാത്ത ഇലോൺ മസ്കിൻ്റെ ആത്മകഥ നിങ്ങളെന്തിനാണ് എഴുതുന്നത്? അയാൾ മരിക്കണ്ടേ? അപ്പോൾ ഇലോൺ മസ്കിൻ്റെ കുറേ പോരിശകൾ, മഹത്വങ്ങൾ ഈ വോൾട്ടയർ ഏസിയാസ് പറഞ്ഞിട്ട് ലാസ്റ്റ് പറയുന്നത്, he might be an alien or a companion of alien. ഇലോൺ മസ്ക് ഒന്നുകിൽ ഒരു അന്യഗ്രഹ ജീവിയാകണം,
അല്ലെങ്കിൽ അന്യഗ്രഹജീവിയോട് സംസാരിക്കുന്ന ആളാകണം. എന്താണ് പറഞ്ഞത്? ഇലോൺ മസ്ക് ഒന്നുകിൽ ഇത് 2025 ജനുവരി 9 വാലിഡായ പ്രൂഫുള്ള കാര്യമാണ്. ഇലോൺ മസ്ക് ഒന്നുകിൽ ഒരു അന്യഗ്രഹ ജീവിയാകണം. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇലോൺ മസ്ക് ഒന്നുകിൽ ഒരു ജിന്നാകണം, അല്ലെങ്കിൽ മലക്കാവണം. ഓർ എ കമ്പാനിയൻ ഓഫ് ഏലിയൻ, അല്ലെങ്കിൽ ജിന്നിനോടോ മലക്കിനോടോ സംസാരിക്കുന്ന ആളാകണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അറിയോ? ഇലോൺ മസ്ക് സാധാരണക്കാർ പറയുന്ന കാര്യമല്ല പറയുന്നത്. ഈ ലോകത്തെക്കുറിച്ചാണ് നമ്മൾ വെറുതെ വലിയ ലോകം എന്നൊക്കെ പറയുന്നത്. ലോകം എത്ര ബേക്കിലാണ്. ഇലോൺ മസ്ക് അന്യഗ്രഹജീവിയാണ് എന്ന് പറയുന്നതിൻ്റെ ന്യായം എന്താ? സാധാരണ മനുഷ്യന്മാർ പറയുന്നതല്ല ഇലോൺ മസ്ക് പറയുന്നത്. അയാൾ പറയുന്ന അസാധാരണമായ കാര്യം എന്താ? ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഒന്ന്, അദ്ദേഹം പറയുന്നു ഒരു 10-20 കൊല്ലത്തിൻ്റെ ഉള്ളിൽ സൈബോർഗുകൾ, ഞാൻ സാധാരണക്കാരെ വെച്ച് പരീക്ഷിക്കുകയല്ല, ചിലപ്പോൾ ഇത് മനസ്സിലാവാത്ത ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ടാവും. പെട്ടെന്ന് ഈ ഭാഗം ഞാൻ ചാടിക്കടക്കും, നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കണം. ഒരു 10-20 കൊല്ലത്തിൻ്റെ ഉള്ളിൽ മനുഷ്യൻ്റെ ശരീരവും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ബ്രെയിനുമുള്ള, അപ്പം എങ്ങനെ ഉണ്ടാവും? അപ്രവചനീയമായ ശക്തിയായിരിക്കും. 1,00,000 കിതാബും 50,000 പുസ്തകങ്ങളുമൊക്കെ ക്ലിക്ക് 4 ക്ലിക്കിന് ബ്രെയിനിലാക്കാൻ പറ്റുന്ന മനുഷ്യന്മാർ. അങ്ങനെയുള്ള മനുഷ്യന്മാർക്ക് വേണ്ടി ഞാനൊരു സാമ്രാജ്യം ഉണ്ടാക്കും. ഇതാണ് അദ്ദേഹത്തിൻ്റെ വലിയൊരു സ്വപ്നം, സൈബോർഗുകൾക്ക് വേണ്ടി ഒരു സാമ്രാജ്യം. രണ്ടാമത്തേത്, അതിന് അദ്ദേഹം പേരിട്ടത് ന്യൂറാലിങ്ക്. മറ്റൊന്ന് സ്പേസ് എക്സ് എന്ന് പറഞ്ഞാൽ ശൂന്യാകാശത്തേക്ക് ടൂർ പോകും, മനസ്സിലാവുന്ന രൂപത്തിൽ പറഞ്ഞാൽ. അവിടെ റിയൽ എസ്റ്റേറ്റ് കച്ചവടങ്ങൾ. നമ്മുടെ വലിയ മുതലാളിമാർ ഇവിടെ റിയൽ എസ്റ്റേറ്റ് ഭൂമിയൊക്കെ ഇവിടെ നിന്നാണ് വാങ്ങുന്നത്. ഭൂമിയിൽ 5 ഏക്കറയും 10 ഹെക്ടറും 2 ഫ്ലാറ്റും 1 അപ്പാർട്ട്മെൻറ്റും ഒക്കെയാണ് ഇവിടെ വലിയ കച്ചവടം. പക്ഷെ അദ്ദേഹത്തിൻ്റെ സ്വപ്നം അതൊന്നുമല്ല. പാകിസ്ഥാൻ്റെ കയ്യിൽ നിന്ന് 1000 ഏക്കർ ആകാശം വിലക്ക് വാങ്ങുക, ചൈനൻ്റെ കയ്യിൽ നിന്ന് 10,000 കിലോമീറ്റർ ആകാശം വിലക്കെടുക്കുക. ഏതൊക്കെ രാജ്യങ്ങളാണോ പട്ടിണിയിൽ കിടക്കുന്നത് അവർക്കൊരു ഓപ്ഷൻ, നിങ്ങളുടെ ആകാശം ഇലോൺ മസ്കിൻ്റെ ബാങ്കിൽ പണയം വെച്ചാൽ മതി. ഇതുവരെ ലോകത്താരും ചിന്തിച്ച കാര്യമല്ല അതൊന്നും. ഇത് നടപ്പിൽ വരുത്തിയിട്ടുമില്ല. കേൾക്കാൻ മനോഹരമായൊരു സ്വപ്നം മാത്രം. ഇനി വന്നാലും, ഇനി പറയുന്ന സൈബർഗൊക്കെ വന്നാൽ ഇനി ഇസ്ലാമിനെ പഠിച്ച് മയ്യത്ത് കട്ടിൽ വെക്കേണ്ടി വരുമെന്ന് വെച്ചാൽ ഇല്ല. സൈബോർഗുകളിലൂടെയായിരിക്കും ലോകാവസാനം എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റായിട്ട് അവർ തന്നെ പറയുന്നത്. കാരണം സൈബോർഗുകൾക്ക് നേരത്തെ ഉസ്താദ് ഇവിടെ പ്രസംഗിച്ചു. ശാസ്ത്രീയം എന്ന് പറഞ്ഞാൽ ആ ഭാഗത്തേക്ക് പോവല്ല. എന്താണ് ചെയ്യേണ്ടത്, ചെയ്യാൻ പാടില്ലാത്തത്, ഡൂസ് ഡു നോട്ട്സ്, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും പറ്റാത്ത കാര്യങ്ങളും, അത് യന്ത്ര മനുഷ്യന്മാർക്ക് ഒട്ടും ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ ഈ സൈബോർഗുകൾ തന്നെ സൈബോർഗുകളല്ലാത്ത മനുഷ്യന്മാരെ കൊന്നൊടുക്കുമെന്നും സൈബോർഗുകൾ പരസ്പരം യുദ്ധം ചെയ്ത് ഈ ഭൂമിയെ സെക്കൻഡുകൾക്കകം ഒരു നരകമാക്കും എന്നുമുള്ളതാണ് സൈബോർഗിൻ്റെ ഒരു ശേഷമുള്ള ലോകത്തെക്കുറിച്ച്, അതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾ പറയുന്നത്. എന്തോ ആവട്ടെ, പക്ഷേ ഇങ്ങനെ ഭൂമിയിൽ സാധാരണക്കാർ പറയാത്ത കാര്യം പറയുന്നതിൻ്റെ പേരിൽ, അതാണ് അണ്ടർലൈൻ, പൊതുവെയുള്ള ആളുകൾ പറയാത്ത വിചിത്രമായ കാര്യങ്ങൾ പറയുന്നതിൻ്റെ പേരിൽ 2025 ലോകത്ത് ഏറ്റവും പുരോഗതി പ്രാപിച്ച രാജ്യമെന്ന് നമ്മൾ അനർഹമായി ബഹുമാനിക്കുന്ന അമേരിക്കയിലുള്ള ഔദ്യോഗികമായ ചരിത്രകാരന്മാരുടെ വിശദീകരണം, ഹി മൈറ്റ് ബി ആൻ ഏലിയൻ. ഇലോൺ മസ്ക് ഒന്നുകിൽ ജിന്നോ മലക്കോ ആവണം, ഓർ എ കമ്പാനിയൻ ഓഫ് ഏലിയൻ, അല്ലെ ജിന്നിനോടോ മലക്കിനോടോ മിണ്ടുന്ന വ്യക്തിയാകണം എന്നാണെങ്കിൽ അതിനവർ ഫിലോസഫിയിൽ കൊടുക്കുന്ന ഒരു ന്യായം എന്താ അറിയോ? ആ ന്യായം കൂടി പറഞ്ഞാൽ അത് കംപ്ലീറ്റ് ആവുള്ളൂ. അതുകൊണ്ടാണ് എക്സ്ട്രാ ഓർഡിനറി ഈവൻസ് നീഡ് എക്സ്ട്രാ ഓർഡിനറി എക്സ്പ്ലനേഷൻ. അടങ്ങാറൊന്നുമില്ല, മനസ്സിലാക്കാൻ പ്രയാസമാണ് നിങ്ങൾ വിചാരിക്കുന്നതാണ്. എക്സ്ട്രാ ഓർഡിനറി ഈവൻസ്, അസാധാരണമായ സംഭവങ്ങൾ, നീഡ്, അതിന് കിട്ടേണ്ടതുണ്ട്. എന്ത് കിട്ടേണ്ടതുണ്ട്? ആവശ്യപ്പെടുന്നുണ്ട് എക്സ്ട്രാ ഓർഡിനറി എക്സ്പ്ലനേഷൻ, അസാധാരണമായ വിശദീകരണങ്ങൾ. എന്ന് പറഞ്ഞാൽ
ഇലോൺ മസ്ക് ഇപ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ അസാധാരണമായ കാര്യങ്ങളാണ്. അപ്പോൾ അസാധാരണമായ കാര്യങ്ങൾ പറയുന്ന ഒരാളുടെ ആശയ സ്രോതസ് സാധാരണ കേന്ദ്രമാവരുത്, അതും അസാധാരണമായ കേന്ദ്രങ്ങളാവണം എന്നാണ് ഇന്നത്തെ ലോകത്തിൻ്റെ കാഴ്ചപ്പാടെങ്കിൽ 2025 ദുബൈയിൽ ബിൽഡിങ്ങുകൾ പൊങ്ങുന്നതിനെ കുറിച്ച് ക്രിസ്തബ്ദം 620 പ്രവചിച്ച പ്രവാചകനെ കുറിച്ച് എന്തേ പറയുക? 2025 സമയങ്ങൾ അടുത്തടുത്ത് വരുമെന്ന് ക്രിസ്തബ്ദം 610 പ്രവചിച്ച അബ്ദുല്ലാന്റെ മകനായ ആമിന ബീവിയുടെ പുത്രനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എന്താ പറയാ? തീർച്ചയായും എന്ത് പറയണം? എക്സ്ട്രാ ഓർഡിനറി ഈവൻസ്, പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അസാധാരണമാണ്. അപ്പോൾ ഇറ്റ് നീഡ്സ് എക്സ്ട്രാ ഓർഡിനറി എക്സ്പ്ലനേഷൻ, അസാധാരണമായ വിശദീകരണങ്ങൾ കിട്ടണം. അപ്പോൾ സ്വാഭാവികമായി ഇലോൺ മസ്കിനെ പറ്റി ലോകത്തിന് പറയാൻ പറ്റിയ ആ സെൻറ്റൻസ് നബിയെ പറ്റി 1000 വട്ടം പറയാൻ പറ്റും. പുണ്യ നബി, ഹീ ഷുഡ് ബി ആൻ ഏലിയൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകിൽ മലക്കാവണം, അല്ലെങ്കിൽ ഓർ കമ്പാനിയൻ ഓഫ് ഏലിയൻ, മലക്കായ ജിബ്രീലിനോട് സംസാരിച്ച മനുഷ്യനാകണം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇന്നത്തെ, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ വകവിധ ആലോചനകളൊന്നും നമ്മുടെ നാട്ടിലുള്ള യുക്തിവാദികൾക്കും നിരീശ്വരവാദികൾക്കും അവരുടെ തലയിൽ ബ്രെയിൻ പോവില്ല. കാരണം അള്ളാഹു ഇസ്ലാമിനോട് അടുക്കാൻ ഒരാൾ ശ്രമിച്ചാൽ, ഇതൊരു ആത്മീകമായൊരു കാര്യം കൂടി, ഒരു വശം കൂടി അതിലുണ്ട്. അള്ളാഹുവിന് കുറച്ച് മനുഷ്യന്മാർ ഇസ്ലാമിൻ്റെ പുറത്തു പോയത് കൊണ്ടല്ല ഇസ്ലാമിന് ഒന്നും സംഭവിക്കുന്നില്ല എന്ന് ഉറപ്പാണ്. കാരണം ഞാനത് നേരത്തെ പറഞ്ഞു, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം തേച്ചുവാണ്. അതിൽ ഈയാൻ പാറ്റകൾക്ക് പോലും തികയാത്ത ഒരു 100 മനുഷ്യന്മാർ ബഹളം വെച്ചാൽ അത് ഇസ്ലാമിന് നോട്ട് എ മാറ്റർ ഓഫ് കൺസേൺ, അതൊരു വിഷയമല്ല. പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട്, ഒരാൾ ഇസ്ലാമിനോട് അകലാൻ ശ്രമിച്ചാൽ സ്വാഭാവികമായി ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ അബ്സ്വാരിഹിം ഗിശാവ, പിന്നെ അകന്ന് പോകും. അത് ഇതിൻ്റെ ഒരു മെത്തഡോളജി അങ്ങനെയാണ്. ഇനി ന്യൂട്രലായി ഒരാൾ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ വിചാരിച്ചു, എന്നാൽ കാന്തിക ബലം എന്നതുപോലെ ആ മനുഷ്യനെ ഇസ്ലാം അടുപ്പിച്ച് കൊണ്ടുവരും. അതങ്ങനെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ ഒരു വലിയ വശം ഉള്ളത് കൊണ്ടാണ് അപ്രതീക്ഷിതമായ പലരും ഇസ്ലാമിലേക്ക് വരുന്നുണ്ട്. കേരളത്തിൻ്റെയും നമ്മുടെ രാജ്യത്തിൻ്റെയും ഒരു രാഷ്ട്രീയ കാലാവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് ആ വിഷയം നമുക്ക് ഒഴിവാക്കാം. അതേസമയം വേറെ രാജ്യങ്ങളിലും സമൂഹങ്ങളിലും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നു. പുതിയൊരു ടെൻഡൻസി നമ്മൾ നോക്കിയാൽ ഈസ്റ്റേൺ രാജ്യങ്ങളിൽ ഇസ്ലാം ശുഷ്കിക്കുന്നു, വെസ്റ്റേൺ രാജ്യങ്ങളിൽ ഇസ്ലാം കൂടുന്നു എന്നുള്ള ചരിത്രപരമായ കൗതുകകരമായ ഒരു കാര്യമാണ് നിലവിൽ ലോകത്തിൻ്റെ ഒരു ചിത്രം. അപ്പോൾ ഞാൻ ആ ഭാഗം റിപ്പീറ്റ് ചെയ്യുകയല്ല. ഇങ്ങനെയുള്ള ആളുകൾ ഇത് വിമർശിക്കുന്നുണ്ടല്ലോ എന്നുള്ളത് ഒരർത്ഥത്തിലും ഇത്ര അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അവർ വളരെ ചെറിയ സംഗതികളാണ് ആലോചിക്കുന്നത്, വലിയ സംഗതികൾ ആലോചിക്കുന്നില്ല. ഇപ്പോഴും ഇസ്ലാമും അല്ലെങ്കിൽ ഇസ്ലാം അല്ലാത്ത പ്രത്യയശാസ്ത്രങ്ങളും തമ്മിലൊരു ചർച്ച വരുമ്പോൾ ഞാൻ ഇവിടെ ഒരു സംവാദം മെൻഷൻ ചെയ്യപ്പെട്ടല്ലോ. അതും അതല്ലാത്തതും നമ്മുടെ പല സഹോദരങ്ങളും പലയിടങ്ങളിലും പല പ്ലാറ്റ്ഫോമുകളിലും സംവാദങ്ങളൊക്കെ ഇപ്പോഴും നടത്തുന്നുണ്ട്. ഒക്കെ നിരീക്ഷിക്കുമ്പോൾ, പറ്റാവുന്നത് പോലെ നിരീക്ഷിക്കുമ്പോൾ, ഈ പറയുന്ന ഇസ്ലാമിൻ്റെ മറുപുറത്തുള്ള ആളുകൾ ഉന്നയിക്കുന്ന വിഷയങ്ങളെന്ന് പറയുന്നത് ചെറിയ സംഗതികളാണ്. അതാണ് ഞാൻ നേരത്തെ ഉദാഹരിച്ചത്. ഈ പറയുന്നത് പോലെ സ്ത്രീകൾ അങ്ങനെയല്ലേ ഇസ്ലാമിൽ, പുരുഷന്മാരിങ്ങനെയല്ലേ, എന്തിനാണ് ബലി അറുക്കുന്നത്, എന്താണ് നിങ്ങൾക്ക് ആ വിഷയത്തിലുള്ള യുക്തി, എന്താണ് തലമറക്കുന്നതിലെ ലോജിക്ക്, എന്താണ്, ഇങ്ങനെയുള്ള ചെറിയ സംഗതി. അത് ചെറിയ സംഗതി എന്ന് പറഞ്ഞ് ഞാനതിനെ നിസ്സാരമാക്കുകയല്ല. അതിൻ്റെ എല്ലാം പൊതുവായൊരു തത്വമുണ്ട്. ഓരോന്ന് പറയാൻ നമുക്ക് സമയമില്ല. പൊതുവായ തത്വം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു അതോറിറ്റി നമുക്ക് ജീവിതവും യുക്തിവിചാരവും ബുദ്ധിവിചാരവും ശരീരവും ആരോഗ്യവും ഒക്കെ തന്ന ഒരു അധികാര ശക്തി ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ, ആ അധികാര ശക്തി ഉണ്ടെങ്കിലേ ഈ ഭൂമിയും ജീവിതവും പ്രപഞ്ചവും തന്നെ ഉണ്ടാകൂ എന്നും ബോധ്യപ്പെട്ടാൽ, ആ അധികാരമാണ് അള്ളാഹു എന്നും ആ അള്ളാഹു പറഞ്ഞയച്ച പ്രവാചകനാണ് റസൂൽ എന്നും മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഷയത്തിലും ഒന്നാം ഘട്ടത്തിൽ സബ്മിഷൻ ഉണ്ടാവുക എന്നുള്ളതാണ്. മതി,
ഇസ്ലാമിൻ്റെ ലോജിക്കുകളുടെ ലോജിക്ക് അതാണ്. എക്സാമ്പിൾ, ഇങ്ങനെ ചെയ്താൽ എന്താ? എനിക്ക് പെട്ടെന്ന് മനസ്സിൽ ഉദാഹരണം ഓർമ്മ വരുന്നില്ല. ഇപ്പോൾ മലമൂത്ര വിസർജനത്തിന് പോകുമ്പോൾ, ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടു. ഇടത്തെ കാല് കയറുമ്പോൾ വെക്കണം, വലത്തെ കാല് ഇറങ്ങുമ്പോൾ വെക്കണം. ഇസ്ലാമിൻ്റെ ഒരു മര്യാദ. അങ്ങനെ അല്ലെങ്കിൽ എന്താ? ഒരാലോചന. അങ്ങനെ അല്ലെങ്കിൽ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. വലത്തെ കാല് വെച്ച് ബാത്റൂമിൽ പോയത് കൊണ്ട് അർഷസൊന്നും പിടിക്കാനൊന്നും പോകുന്നില്ല. ഇനി ഇടത്തെ കാല് വെച്ച് ഇറങ്ങിയത് കൊണ്ട് പിന്നെ നമ്മൾ പോകുന്ന കച്ചവടം പൊളിഞ്ഞു പോകാനും പോകുന്നില്ല. ദുനിയാവിൻ്റെതായ ഓർഡറുണ്ട്. പക്ഷേ അവിടെ ഒരു വിഷയം വരുന്നു. ഈ വലത്തെ കാലും ഇടത്തെ കാലും കരുതുമ്പോൾ മൂത്രം പോവലും കരുതുമ്പോൾ മൂത്രം നിൽക്കലും, വയറ്റിൽ നിന്ന് കാഷ്ടം അസ്വസ്ഥപ്പെടുത്തുമ്പോൾ അത് പുറത്തേക്ക് പോയാൽ ഒരു റിഫ്രഷ്മെൻറ്റ് മൂടും, അകത്ത് തന്നെ കെട്ടിക്കിടക്കുമ്പോൾ ഒരു ഇറിറ്റേഷൻ മൂടും ഒക്കെ സൃഷ്ടിച്ച അള്ളാഹു. ഇങ്ങനെ സൃഷ്ടിച്ച ആൾ, ഈ സംവിധാനം ഒരുക്കിയ ശക്തി അള്ളാഹു അല്ല എന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ തെളിയിക്കാൻ പറ്റുന്നുണ്ടോ? അവർക്ക് തെളിയിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അത് ഉറപ്പാണ്. ഞാനതൊരു അവകാശവാദമല്ല. കഴിയില്ല എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ കഴിയില്ല. കഴിയില്ല എന്ന് പറഞ്ഞാൽ കഴിയില്ല. അള്ളാഹു അല്ല ഈ പ്രപഞ്ചത്തിൻ്റെ പിറകിൽ. ഇത് സ്വയംഭൂവാണ്. അല്ല, അത് സൃഷ്ടി നടക്കുന്നില്ല, സൃഷ്ടാവില്ല, വേണ്ടതില്ല. അങ്ങനെ ഒരുമാതിരി മാലയിൽ കോർത്ത ഒരുപാട് അബദ്ധങ്ങളുണ്ട്. അതൊന്നുമല്ല. മറിച്ച് ഇത് അള്ളാഹു ആണ്, അല്ലെങ്കിൽ എന്തോ ഒന്നാണ്. ആ ഒന്നിൻ്റെ പേരാണ് അള്ളാഹു. തിരിച്ചും മറിച്ചും പറയാം. അങ്ങനെയുള്ള ഒരാളുടെ ഒരു സൃഷ്ടി മാത്രമാണ് മനുഷ്യൻ്റെ ബ്രെയിനിലെ യുക്തിയും. തലച്ചോറിൻ്റെ ഒരു എഫക്ഷനാണ് യുക്തി. അപ്പോൾ സ്വാഭാവികമായി അവിടെ ആ യുക്തി തന്ന അള്ളാഹു നമ്മൾക്ക് ഒരു ചട്ടം കെട്ടിയതാണ്. ഒരു വിനയാന്യതനാകുവാനുള്ള, നീ നിസാരക്കാരനാണെന്ന് തോന്നുവാനുള്ള ഒരു മാർഗമാണ്. നിനക്ക് വലത്തെ കാലും അടുത്ത കാലും വെക്കാം, പക്ഷേ നീ തൽക്കാലം ഞാൻ എന്ന് പറയുന്ന മാസ്റ്ററിൻ്റെ കീഴിൽ ഉള്ളവനാണ് എന്ന് ബോധ്യപ്പെടാൻ. അങ്ങനെയുണ്ടല്ലോ ചില ചട്ടങ്ങൾ, ഇറ്റിക്വിറ്റീസ് ഓഫീസുകളിലുണ്ടല്ലോ. അതേപോലെ നീ തൽക്കാലം ഇടത്തെ കാല് വെച്ച് കയറിയാൽ മതി, വലത്തെ കാല് വെച്ച് ഇറങ്ങിയാൽ മതി. അത് മാത്രമാണ് അതിൻ്റെ ലോജിക്ക്. അത് മാത്രമാണ് അതിൻ്റെ ലോജിക്ക്. ഇനി ഈ പറയുന്ന പോലെ വലത്തെ കൈ കൊണ്ട് തിന്നണം, ഇടത്തെ കൈ കൊണ്ട് തിന്നാൻ പാടില്ല. ഇടത്തെ കൈ കൊണ്ട് തിന്നാൽ എന്തേ? ആമാശയത്തിൽ എത്തൂലേ? എത്തും. വലത്തെ കൈ കൊണ്ട് തിന്നാലും എത്തുന്ന സാധനം ആമാശയം തന്നെയാണ്, വേറെ എവിടെയൊന്നുമല്ല. പക്ഷേ എന്തേ? നിനക്ക് വലത് കൈയും ഇടത് കൈയും തന്ന ഒരാൾ പറയുന്നു വലത്തതിനെ കൊണ്ടാണ് തിന്നേണ്ടത് എന്ന്. അത്തരം സംഗതികൾ ഇതിൻ്റെ അടിസ്ഥാനതയിലേക്ക് പോവേണ്ടതാണ്. ഇപ്പോൾ ഇവിടെയുള്ള ഇവർ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമാണ്, ഇസ്ലാം സ്ത്രീകളോട് അനീതി ചെയ്യുന്നു. സ്ത്രീകളോട് അനീതി ചെയ്യുന്നില്ല എന്ന് മെനക്കെട്ട് തെളിയിക്കേണ്ട ബാധ്യതയൊന്നുമില്ല. ഇസ്ലാം സ്ത്രീകളോട് പ്രത്യേക ഒരു കാഴ്ചപ്പാടോ പുരുഷന്മാരുടെ കാഴ്ചപ്പാടോ പ്രത്യേകം ഒന്നുമില്ല. എന്താണോ സ്ത്രീകളോട് ചെയ്യേണ്ടത് ചെയ്യുന്നു, പുരുഷന്മാരോട് ചെയ്യേണ്ടത് എന്താണോ അത് ചെയ്യുന്നു. പ്രകൃതിയിലുള്ള, നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു, മനുഷ്യരുടെ പ്രകൃതം എന്താണോ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നേ ഉള്ളൂ. നമ്മൾ ബഹളം കൂട്ടി പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ എക്സാമ്പിൾ, ചിലത് നമ്മൾ മനസ്സിലാക്കാത്തൊരു വശം കൂടി ഉണ്ടാകും. ഇപ്പോൾ അടുത്ത് ഒരു കൗതുകം എന്ന പോലെ അത്ഭുതപ്പെട്ടു പോയൊരു കാര്യം ഇതായിരുന്നു. ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒരായത്ത്, ഞാനത് ഇവർ വിമർശിച്ചപ്പോൾ ഒന്ന് ചെറുതായി പഠിക്കാൻ ശ്രമിച്ചതാണ്. ലിദ്ദക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ, ഒരു ഓർത്ത കാര്യം പറയുന്നെന്ന് മാത്രം. പുരുഷന്മാർക്ക് സ്ത്രീകളുടെ ഇരട്ടി സ്വത്തുണ്ട്. അത് കണ്ണൂരിൽ ആ വക്കീലൊക്കെ വലിയ വിവാദമാക്കി എഴുതിയ, പ്രസംഗിച്ച, കോടതി കയറിയ ആ സമയത്താണിത് ശ്രദ്ധിക്കുന്നത്. പക്ഷേ ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്രം നോക്കുമ്പോൾ സ്ത്രീകളും പുരുഷന്മാരും സ്വത്ത് ഓഹരി വെക്കുന്നിടത്ത് രണ്ട് പുറത്ത് വരുന്നത് 34 സന്ദർഭങ്ങളിലാണ്. ആകെ 34 കേസുകൾ. കാരണം പെൺകുട്ടിയാവുക, അതായത് മകളാവുക, ഭാര്യയാവുക, ഉമ്മാമയാവുക, പെങ്ങളാവുക, ഒന്നുകൂടിയുണ്ടല്ലോ. ഇങ്ങനെ വ്യത്യസ്തമായ പൊസിഷനുകളിൽ സ്ത്രീ വരുമ്പോൾ അവർക്ക് സ്വത്ത് കിട്ടും. അപ്പോൾ ആ പൊസിഷനുകളിൽ അതിൻ്റെ ബൈനറി ഓപ്പോസിറ്റായിട്ട് ആണുങ്ങളും വരും. അത് 34 കേസുകളാണ്. ഈ 34 കേസുകളിൽ രംഗങ്ങളിൽ 4 സ്ഥലത്ത് മാത്രമാണ്, നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് നിങ്ങൾ പഠിച്ചു നോക്ക്, 4 സ്ഥലത്ത് മാത്രമാണ് പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാൾ കൂടുതൽ. 11 സ്ഥലങ്ങളിൽ ബറാബർ തുല്യമാണ്. 14 സ്ഥലങ്ങളിൽ സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ കൂടുതലാണ്. 5 സ്ഥലങ്ങളിൽ
സ്ത്രീകൾക്കേ കിട്ടുന്നുള്ളൂ, പുരുഷന് കിട്ടുന്നില്ല. വിചിത്രം, അവിശ്വാസ്യം അല്ലേ? നോക്കൂ, പഠിച്ചു നോക്കൂ. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. 34 സന്ദർഭങ്ങളിൽ സ്ത്രീയും പുരുഷനും നേർക്കുനേർ വരുന്നു. 4 സ്ഥലങ്ങളിൽ പുരുഷന് സ്ത്രീയുടെ ഇരട്ടി കിട്ടുന്നുണ്ട്. 11 സ്ഥലങ്ങളിൽ തുല്യമാണ്. 14 സ്ഥലങ്ങളിൽ സ്ത്രീക്ക് കിട്ടുന്നുണ്ട്. 14 സ്ഥലങ്ങളിൽ സ്ത്രീക്ക് കൂടുതൽ കിട്ടുന്നു, പുരുഷന് കുറവ് കിട്ടുന്നു. 5 സന്ദർഭങ്ങളിൽ സ്ത്രീക്കേ കിട്ടുന്നുള്ളൂ, പുരുഷന് കിട്ടുന്നില്ല. ഞാൻ ആവേശപ്പുറത്തല്ല, അതാണതിൻ്റെ വാസ്തവം. അപ്പോൾ അടിസ്ഥാന നിയമം എന്താണ്? സ്ത്രീയുടെ മടങ്ങിൻ്റെ തോതിൻ്റെ ഇരട്ടി പുരുഷന് കിട്ടണം. എന്തുകൊണ്ട്? ഇസ്ലാമിൻ്റെ ഒരു കാര്യം നിരൂപണം ചെയ്യുമ്പോൾ അതിൻ്റെ ടോട്ടാലിറ്റി വെച്ച് നിരൂപണം ചെയ്യണം. കാരണം ഖിവാമ പുരുഷനാണ്, ഉത്തരവാദിത്തം പുരുഷനാണ്. ഖിവാമ എന്ന് പറഞ്ഞാൽ പ്രിവിലേജ് അല്ല, അധികാരമല്ല, റെസ്പോൺസിബിലിറ്റിയാണ്. അതങ്ങനെ തന്നെ കാണുന്നത്. സംശയമുണ്ട്, ഞാൻ ഒന്നുകൂടി പറയാം. ചില ആളുകളുടെ മുഖം അവിടെ നിന്ന് മാറിയിട്ടില്ല. 34-ൽ 4 4 സന്ദർഭങ്ങളിൽ പെണ്ണിന് ആണിൻ്റെ പകുതി, 11 തുല്യം, 14 പെണ്ണിന് കൂടുതൽ, ആണിന് കുറവ്, 5 പെണ്ണിനേ ഉള്ളൂ, ആണിനില്ല. ഉദാഹരണം പറയാം. ഭാര്യയും ഭർത്താവും 2 മക്കളും. ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്ന പാടാണ്, ക്യാൻസൽ അടിച്ച് വന്നതാണ്. ചങ്ങായിൻ്റെ കീശയിൽ 5 പൈസ ഇല്ല, അക്കൗണ്ട് എന്ന് പറയുന്ന സാധനം തന്നെ ഇല്ല. ഭാര്യ സ്കൂളിൽ പോയിട്ടോ അല്ല തൊഴിലുറപ്പിന് പോയിട്ടെങ്കിലോ അല്ലെങ്കിൽ ടൈലറിങ് ചെയ്തിട്ടോ വേറെ വഴിയിലോ ഭാര്യേൻ്റെ അക്കൗണ്ടിൽ ഒരു 10 ലക്ഷം റുപ്യയുണ്ട്. എന്നാൽ ഇസ്ലാമിൻ്റെ നിയമപ്രകാരം ഈ ഭാര്യയുടെ 10 ലക്ഷം രൂപ മക്കളെ നോക്കുന്ന കാര്യത്തിൽ ഇറക്കാൻ നിർബന്ധ കടമയില്ല, കുറ്റമില്ല. കാരണം മക്കളുടെ ചികിത്സയും ചെലവും വസ്ത്രവും ഖിവാമ പുരുഷനാണ്. പുരുഷൻ ഭാര്യനോട് കടം വാങ്ങണം. പിന്നെ അതെന്ത് നിയമാണെന്ന് ചിന്തിക്കണ്ട, അത് വേറെ ബേസാണ്, അത് സ്നേഹബന്ധമാണ്. അപ്പോൾ ഭർത്താവ് ഭാര്യനോട് ലിറിജാലി നസീബുൻ മിമ്മക്തസബു വലിനിസാഇ നസീബുൻ മിമ്മക്തസബൻ. ഇപ്പോൾ ഈ സ്ത്രീയോട് ഭാര്യയോട് പറയണം, ഞാൻ ഇനി 2ാമത് ദുബായി പോയിട്ട് തിരിച്ചു തരും, അല്ല നിനക്ക് ആ പൈസയുടെ പൊന്ന് വാങ്ങിത്തരും, നീ 2 ലക്ഷം രൂപ വായ്പ ഉണ്ടാ എന്ന് പറഞ്ഞ് വായ്പ പണത്തിൽ നിന്ന് വേണം മക്കൾക്ക് 2 രൂപയുടെ പാരസെറ്റമോളെങ്കിലും വാങ്ങിക്കൊടുക്കാൻ, അല്ലേ കറണ്ടിൻ്റെ ബില്ലടക്കാൻ, അല്ലേ കിണറ്റിൽ കുഴൽക്കിണർക്കാർക്കല്ല പഞ്ചായത്തിന് പൈസ കൊടുത്ത് വെള്ളം വരുത്തിക്കാൻ. ഇങ്ങനെ ഒരു കടമ ചികിത്സയായാലും ചെലവായാലും ഭർത്താവിനുണ്ട് എന്നുള്ളതിൻ്റെ അറബിയാണ് ഖിവാമ. ഈ ഖിവാമ എന്ന് പറയുന്നൊരു ടേം ഉപയോഗപ്പെടുത്തിയാണ് ഞാൻ ഈ നല്ല വേദിയിൽ ആ ചങ്ങാതിമാരെ പേര് പറയുന്നില്ല, സുഹൃത്തുക്കളായ ഡേഷും എന്ന് പറയുന്നത്. മുസ്ലിങ്ങളുടെ മേൽ, മുസ്ലിം സ്ത്രീകളുടെ മേൽ കൈകാര്യകർത്തുക്കളാണ് പുരുഷന്മാർ. ഇവർ പറയുന്ന കേട്ടാൽ തോന്നും ഒരു നാട്ടിലുള്ള മുസ്ലിം പെണ്ണുങ്ങളെയൊക്കെ മേയ്ക്കലാണ് മുസ്ലിം ആണുങ്ങളെ പണി. ഒന്നുമില്ല. ഒരു സ്ത്രീയുടെ കാര്യത്തിൽ ഒരു എക്സ്ട്രാ അധികാരവും വേറെ ഒരു പുരുഷനും ഇല്ല. ഒരു ഫാമിലിയിൽ ഭാര്യയും ഭർത്താവും ഉണ്ടെങ്കിൽ, മക്കളും ഉണ്ടെങ്കിൽ, പാർപ്പിടം, വസ്ത്രം, ഭക്ഷണം ആണിൻ്റെ ചുമതലയാണ്. ഒരു ഫാമിലിയിൽ ഉപ്പ ജീവനോടെ ഉണ്ടെങ്കിൽ, കന്യകയാണെങ്കിൽ ആ കുട്ടിയെ വിവാഹം ചെയ്ത് അയക്കേണ്ട ബാധ്യത ഈ ബാപ്പാക്കാണ്, ഉമ്മാക്കല്ല എന്നുള്ളതിൻ്റെ അറബിയാണ് ഖിവാമ. അല്ലാതെ നാട്ടിലൂടെ റോട്ടിലൂടെ പോകുന്ന മുസ്ലിം പെണ്ണിനോട് നീ നരകത്തിലെ കൊള്ളിയാകും, പോയി വീട്ടിലിരിക്കൂ എന്ന് പറയേണ്ട ബാധ്യതയോ പറയാനുള്ള അവകാശമോ മുസ്ലിം പുരുഷന്മാർക്കില്ല. ധർമ്മോപദേശത്തിൻ്റെ കടമയുണ്ട്, അത് ജനറലിയാണ്. വ്യക്തിയോട് പറയാൻ ഇമാമുൽ അഅ്ലമിനോ, ഇസ്ലാമിൻ്റെ ഫിഖ്ഹതാണ്, മുസ്ലിം ഭരണാധികാരിക്കോ ഭരണാധികാരി ഏൽപ്പിച്ച വ്യക്തിക്കോ മാത്രമേ അവകാശമുള്ളൂ. പിന്നെ നാട്ടിലൊരു മഹലിൻ്റെ ഒരു ഘടനയുണ്ട്. അതെന്താ? പൊതു സംതൃപ്തി അറിയപ്പെട്ട വിഷയമാണ്. നമ്മളൊരു ഖാദിയെ നിശ്ചയിക്കും, ഒരു ഖത്തീബിനെ നിശ്ചയിക്കും, ഉസ്താദിനെ നിശ്ചയിക്കും. എന്നിട്ട് കമ്മിറ്റി ആദ്യമേ ചുമതലപ്പെടുത്തി ഈ നാട്ടിൽ ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഉണർത്തണം, പ്രസംഗിക്കണം, സ്വകാര്യമായി പറയണം. അത് ഒരു ഇസ്ലാമിക മര്യാദയുടെ ഭാഗമാണ്, അവകാശത്തിൻ്റെ ഭാഗമല്ല. അപ്പം ഞാൻ ആ ഭാഗത്തേക്ക് കാട് കയറിപ്പോവുകയല്ല. അങ്ങനെ എല്ലാ പെണ്ണുങ്ങളെയും ഭരിക്കുക എന്ന് പറയുന്നതിൻ്റെ പേരല്ല ഈ ഖിവാമ എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ നോക്കിയാൽ ഇസ്ലാം നേരത്തെ പറഞ്ഞ പോലെ പെണ്ണുങ്ങളെ ഒരു തരത്തിലും പ്രത്യേകിച്ചിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല. ഓരോ വിഷയം നോക്കിയാൽ ഇപ്പോൾ ഈ അടുത്തൊരു ഫോബ്സ് മാഗസിൻ, അമേരിക്കയിലെ മാഗസിനാണ്,
അതിൽ ഒരു സെക്കുലർ മീഡിയ ആണല്ലോ, ലോകത്തേറ്റവും മോട്ടിവേറ്ററായ സ്ത്രീകളുടെ പട്ടിക എല്ലാ കൊല്ലവും പ്രസിദ്ധീകരിക്കും അത്രേ. അതിൽ ഇന്ത്യയിൽ നിന്ന് ഒരു കൊല്ലം നമ്മുടെ ഇവരൊക്കെ ഇടം പിടിച്ചു, സോണിയാഗാന്ധിയൊക്കെ. പക്ഷേ ഇന്നേ വരെ ഈ ഫോർബ്സ് മാഗസിൻ ലോകത്തേറ്റവും മോട്ടിവേറ്ററായ പുരുഷൻ്റെ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടില്ല. അതെന്ത് ഇതിറക്കുന്നത് ഏതെങ്കിലും മുസ്ലിം പബ്ലിഷേഴ്സ് ആയതുകൊണ്ടാണോ? അല്ല, കാരണം ലോകത്തിൻ്റെ ഒരു പ്രകൃതിയുടെ താളം അങ്ങനെയായി. സ്ത്രീ നാച്ചുറലി അത്ര മോട്ടിവേറ്റഡ് അല്ല, ആരെങ്കിലും പിടിച്ച് പുറത്തിടണം. പുരുഷൻ അങ്ങനെയല്ല, നാച്ചുറലി പ്രചോദിതനാണ്. ഓൻ പ്രചോദിതൻ എക്സ്ട്രാ ആയതിൻ്റെ പ്രശ്നമേ നിലവിലുള്ളൂ, നമ്മളാണ് ഉണ്ടാക്കിയത്. ഇപ്പോൾ ട്രെയിനിൽ പോയാൽ എക്സാമ്പിൾ, ആരാണ് ഫേക്കായ ക്യാമ്പയിൻ നടക്കുന്നുണ്ട് ഇവിടെ, അല്ലെ ബസ്സിൽ കയറിയാൽ സ്ത്രീകൾക്ക് റിസർവ്ഡ് സീറ്റുകളും കാര്യങ്ങളും ഉണ്ട്, പുരുഷന്മാർക്കില്ല. ആ വ്യവസ്ഥ എവിടെ നിന്ന് വന്നു? ഡൽഹിയിൽ നിർഭയ എന്ന് പറയുന്നൊരു സഹോദരിയെ പലരും കൂടി ബലാത്സംഗം ചെയ്ത് വധിച്ചു, അല്ലെ കൊന്നു. ആ സമയത്ത് ഇവിടെ പാർലമെൻറ്റ് നിയമം പാസ്സാക്കി, പെൺപക്ഷ ബദലുകൾ. ഷീ ടാക്സി, ഷീ ഹോസ്പിറ്റൽ, ഷീ ഹോസ്റ്റൽ. എന്തേ ഇവിടെ അത്ര ആണുങ്ങളെ പലരും കൊല്ലുന്നുണ്ട്? എന്തേ ഒരു മെയിൽ ടാക്സി, മെയിൽ ഹോസ്പിറ്റൽ, മെയിൽ ഹോസ്റ്റൽ എന്താ വരാത്തത്? പൊതുവെ അത് ലോകത്തിൻ്റെ പ്രകൃതിദത്തമായ താളമാണത്. അത് ഇസ്ലാം അങ്ങനെ പറയുമ്പോൾ അതിനെ ഏതർത്ഥത്തിലാണ് അതിനെ ഒരു കാലോചിതമല്ല എന്ന് ഇവർ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. കുറ്റവാളികളെ സൃഷ്ടിക്കുന്ന കാരണങ്ങൾ ഇല്ലായ്മ വരുത്തുക എന്നുള്ള ഇസ്ലാമിൻ്റെ സാമൂഹിക നിയമവ്യവസ്ഥ അത് പ്രസക്തമാവുകയല്ലേ? ഒരു സാമൂഹിക ദുരന്തത്തിൻ്റെ പ്രശ്നം, ആ കേസ് സ്റ്റഡി നടക്കുമ്പോൾ ആ കേസ് എന്താണെന്ന് പഠിക്കലല്ല ഇസ്ലാമിൻ്റെ സിസ്റ്റം, മറിച്ച് ആ കേസ് ഉണ്ടാകാൻ ആവശ്യമായ അത് രൂപപ്പെടുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്. രോഗത്തിനുള്ള ചികിത്സ രോഗത്തിൻ്റെ കാരണത്തിനാന്ന് പറയും. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ആ കേസ് ഇവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പർദ്ദയും ഹിജാബും നിക്കാബും ഇട്ട് അണിയണം എന്നുമല്ല, സഭ്യമായ വസ്ത്രധാരണം അത് സ്ത്രീകൾക്ക് ആവശ്യമാണ്, പുരുഷന്മാർക്കും ആവശ്യമാണ്. ഇത് നമ്മളെത്ര കാലമായി പറയുന്നു. അത് ഇസ്ലാമിൻ്റെ പേരിൽ പറയുമ്പോൾ അത് അപരിഷ്കൃതം. അതേസമയം സമൂഹം ഏറെക്കുറെ അവിടെ എത്തി. പിന്നെ ആർക്കോ വേണ്ടിയുള്ള നിയമങ്ങളായതുകൊണ്ട് ആരും ഇതിൻ്റെ നിജസ്ഥിതി പറയുന്നില്ല എന്ന് മാത്രം. ഞാൻ ആ ഭാഗം കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുന്നുമില്ല. നമ്മൾ നേരത്തെ പറയുന്നതിലേക്ക് കറങ്ങിത്തിരിഞ്ഞ് ലോകം എത്തുകയുള്ളൂ. ഒരു സാധാ ചോദിക്കുന്ന ഒരു സംശയമുണ്ട്. ഒന്ന്, ഈ ഒരാൾ മരണപ്പെട്ടാൽ ആ മരണപ്പെട്ട കക്ഷിക്ക് മകനും അല്ലെങ്കിൽ മകൻ്റെ മക്കളും ശേഷകാലക്കാരായ പരമ്പര ഉണ്ട്. അതേസമയം തന്നെ വല്യപ്പയുണ്ട്. അങ്ങനെയാണെങ്കിൽ വല്യപ്പാക്ക് സ്വത്ത് പോകും, ഈ പൗത്രൻ്റെ സ്വത്ത്, പൗത്രന് കിട്ടേണ്ട സ്വത്ത് വല്യപ്പാക്ക് പോകും. അതായത് ഈ മരിച്ച മനുഷ്യൻ്റെ മകന് കിട്ടാതെ വല്യപ്പക്ക് കിട്ടും എന്നുള്ളതാണ് ഇത് പൊതുവെ ഉന്നയിക്കപ്പെടുന്ന ഒരു ആക്ഷേപമാണ്. പക്ഷെ അവിടെ ലോജിക്കലി തന്നെ നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും, ഈ മരിച്ച വ്യക്തി ഈ വല്യപ്പാൻ്റെ സ്വത്താണ് എന്നുള്ളതാണ്. മരിച്ച വ്യക്തിക്ക് സ്വത്ത് ആർക്ക് പോകും എന്നുള്ളതിൻ്റെയും മുമ്പ് നടക്കേണ്ട ഒരു ചർച്ചയുണ്ട്. ഈ മരിച്ച വ്യക്തി ആരുടെ സ്വത്താണ് എന്നുള്ളതാണ്. അത് ഈ വല്യപ്പാൻ്റെ സ്വത്താണ്. വല്യപ്പ ജീവനോടെ ഉണ്ടാകുമ്പോൾ വല്യപ്പയുടെ ഒരു സ്വത്ത് പോയതുപോലെയാണ് വല്യപ്പയുടെ മകൻ പോവൽ. അപ്പോൾ ആ മകൻ സമ്പാദിച്ചതും വാസ്തവത്തിൽ ഈ വല്യപ്പാൻ്റെത് തന്നെയാണ് എന്നാണ് ഇസ്ലാം കാണുന്നത്. പക്ഷേ ഞാൻ നേരത്തെ കിവാമയെക്കുറിച്ച് പറഞ്ഞതുപോലെ ആ വല്യപ്പയുടെ മക്കളെ നോക്കാനുള്ള ചുമതല അപ്പോൾ ആ മരിച്ച വ്യക്തിയുടെ മക്കളെ നോക്കാനുള്ള ചുമതല അപ്പോൾ ആ വല്യപ്പയിലേക്കാണ് പോകുന്നത്. മനസ്സിലായില്ലേ? അതായത് ഒരാൾ മരിച്ചപ്പോൾ ആ മരിച്ച വ്യക്തിക്ക് മകനുണ്ട്, വല്യപ്പയുണ്ട്. അപ്പോൾ ഈ മകനല്ലേ കിട്ടേണ്ടത്, വല്യപ്പക്കല്ലോ എന്നുള്ളത്. അപ്പോൾ ഈ മകന് കൊടുക്കാതെ വല്യപ്പ അടിച്ചു മാറ്റി കൊണ്ടുപോയി എന്നാണ് പറയുമ്പോൾ തോന്നുക. ആ അവതരണത്തിലാണ് പ്രശ്നം. മറിച്ച് അവിടെ രണ്ട് ഘടകമുണ്ട്. ഒന്ന്, ഈ മരിച്ച വ്യക്തി നമ്മൾ ഈ കഥയിലെ
അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തു ദുനിയ. ഒരു മക്കളുണ്ടായാൽ എന്തേ ഒരാൾക്ക് സമാധാനം? ഏറ്റവും വലിയ ആസ്തി അതാണ്. കുഴങ്ങിയാൽ രക്ഷപ്പെടുത്തും, സൈഡായി പോയാൽ അവർ അധ്വാനിച്ച് നമുക്ക് തിന്നാൻ തരും. അപ്പോൾ ഈ മരണപ്പെട്ട വ്യക്തി തന്നെ ഈ വല്യപ്പാൻ്റെ സ്വത്താണ്. ആ വ്യക്തിക്കുള്ളതും വല്യപ്പാക്കുള്ളതാണ്, വല്യപ്പ ഉള്ള കാലത്ത്. ഇനി ഈ മരിച്ച വ്യക്തിയുടെ മക്കൾ, ആ മക്കളെ നോക്കാനുള്ള ചുമതലയും ഈ വല്യപ്പാക്കാണ്.